പപ്പോട്ടൊന്ന് ഇളകി ചെയ്യും. പപ്പോട്ട് എല്ലാ സിനിമയും ഇളകി ചെയ്യില്ലേ? നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ ആൾക്ക് തിരിച്ചു, നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് ആക്ഷൻ കാണിച്ച് ചെയ്യും. ഒരു ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ 2 നല്ല തിളങ്ങുന്ന കണ്ണുകൾ ഇവർ നോക്കി, ഒരു വലിയൊരു മുയൽ. അപ്പോൾ ഇവർ എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈ വിറയ്ക്കുന്നു. പട്ടം തട്ടൻ സഹായിച്ചു പിടിക്കാൻ. അങ്ങനെ 2 പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചു. കറക്റ്റ് ഉന്നം ആ മുയൽ ചത്തു വീണു. വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിലച്ഛനാണ്. അയാളുടെ ആസ്ട്രേലിയൻ പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. എൻ്റെ 2 സിനിമകളിൽ അവർ പപ്പോട്ടൻ അഭിനയിക്കുകയും ചെയ്തു. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മേനക ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒന്നും മിണ്ടാത്ത ഭാര്യ. ഓർമ്മയിലെന്നും പത്മദലാക്ഷൻ, പനങ്ങാട്ട് രാഘവന്റെയും ദേവിയുടെയും മൂത്ത മകൻ. അടിമുടി കലാകാരനും കോഴിക്കോട്ടുകാരനുമായ അദ്ദേഹത്തിന് ഒരു 17-ാം വയസ്സൊക്കെ ആയപ്പോൾ അതികലശലായ നാടകക്കമ്പ. അന്നു മുതൽ സദസ്സിൽ നിന്നും നാടകത്തിന്റെ അണിയറകളിലെ ഉത്സാഹ കമ്മിറ്റികളിൽ നിന്നും പത്മദലാക്ഷന് അരങ്ങിലേക്ക് പ്രമോഷനായി. കർട്ടൻ ഉയർന്നാൽ പനങ്ങാട്ട് പത്മദലാക്ഷന്റെ പൊട്ടിച്ചിരി കൂട്ടുകൾ കണ്ടു രസിക്കാൻ കോഴിക്കോട്ടുകാരങ്ങനെ തടിച്ചുകൂടിയ നാളുകൾക്കൊടുവിൽ മൂടുപടം എന്ന ചിത്രത്തിലൂടെ ആ കലാകാരൻ വെള്ളിത്തിരയിലെത്തി. എന്നാൽ പത്മദലാക്ഷന്റെ പകിട്ടറിയാവുന്ന ഒരു ചിത്രം സംഭവിക്കാൻ പിന്നെയും കുറച്ചു കാലം കൂടി വേണ്ടിവന്നു. ആ ചരിത്ര നിമിഷത്തിന് വിധി നിയോഗിതനായതോ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. എവർഗ്രീൻ കൾട്ട് ക്ലാസിക്കായ ഭാർഗവി നിലയം എന്ന ആ ചിത്രത്തിൽ നല്ലൊരു വേഷം സമ്മാനിച്ചതിനോടൊപ്പം ബേപ്പൂർ സുൽത്താൻ ആ കലാകാരന് പുതിയൊരു പേര് കൂടി സമ്മാനിച്ചു, കുതിരവട്ടം പപ്പു. 1500ഓളം ചിത്രങ്ങളിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണു നനയിച്ച ആ കലാകാരൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എന്നും കുതിരവട്ടം പപ്പു. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിലിക്ക്. അഹന്തയുടെ മോന്തായത്തിൽ മമ്പുകാരുമായി കുന്തി കുന്തി നടക്കുന്ന നീ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടം കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ വിരലടയാളം മതിയോ, കയ്യൊപ്പ് വേണ്ടേ? എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് വേണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു ഞാൻ ഇന്ന ഡേറ്റിന് വരുന്നു. ആരത്? അതാണ് ഞമ്മള് തിരിഞ്ഞു നോക്കും. ആരാന്നറിയ പടച്ചോയെ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. അധികമൊന്നുമില്ല, 2-3 തിരി എവിടെ കളിയിൽ കിടക്കുക. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. നമ്മളെ മോള് വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ നമ്മുടെ മോളോ. ഓർമ്മയിലെന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന ആദ്യത്തെ അതിഥി മികച്ച ഒരു അഭിനേതാവാണ്, നിർമ്മാതാവാണ്. നിരവധി സിനിമകളിൽ നമ്മളെ ചിരിപ്പിച്ച, കരയിച്ച, ഒരുപാട് ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട, വ്യക്തിപരമായി എനിക്ക് ഞാൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. ഒരുപക്ഷെ കുതിരവട്ടം പപ്പു ചേട്ടന്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന സീനുകളിൽ ഒന്ന് താമരശ്ശേരി ചുരം എന്ന സീനാണ്. ആ സീനിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഭിനേതാവാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയമ്പിള്ള രാജു ചേട്ടൻ. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു രാജേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം. പപ്പോട്ടനും തൊഴണമല്ലോ. അതെ, പപ്പുവേട്ടനെ തൊഴണം. കുതിരവട്ടം പപ്പു ചേട്ടൻ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മദ്രാസ് സിനിമ കാലഘട്ടത്തിലെ വലിയ സൗഹൃദമാണ്. കുതിരവട്ടം പപ്പു ചേട്ടനെ പറ്റിയുള്ള ഓർമ്മകളിൽ അല്ലെങ്കിൽ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെതായ കോൺട്രിബ്യൂഷനുകളിൽ ഒരു ക്യാരക്ടറാണോ, എന്താണ് മണിയമ്പിള്ള ചേട്ടനൊരു ഓർമ്മ വരുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്? ഞാൻ ഈ മദ്രാശിയിലെ 73 തൊട്ട് 75 വരെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശശിയേട്ടൻ, ഐ വി ശശിയേട്ടൻ ചെയ്ത പടങ്ങളും എല്ലാം സ്ഥിരം കാണാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരാളിൽ നിന്ന്
സിനിമ നടനായാലും ശരി, ഒരു വ്യക്തിയായാലും ശരി തന്നെ അയാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ എന്നൊന്ന് ആലോചിക്കും. എന്തെങ്കിലും അയാളുടെ ഒരു ചേഷ്ടയോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഭാവമോ അല്ലെങ്കിൽ അയാളുടെ ഒരു പെരുമാറ്റമോ ഒക്കെ ജീവിതത്തിലേക്ക് നല്ലതാണെങ്കിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം അന്ന് വരെ കാണാത്ത ഒരു പുതിയ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഡയലോഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ നോക്കി ഡബ് ചെയ്തിട്ട് പോവും. അന്നത്തെ കാലത്ത് ലൂപ്പ് സിസ്റ്റം ആണല്ലോ. അപ്പം ആ ഡയലോഗ് നോക്കിയിട്ട് അത് മാത്രം പറഞ്ഞിട്ട് അവനവൻ്റെ ജോലി തീർത്തിട്ട് പോകും. പക്ഷേ പപ്പുവേട്ടൻ മാത്രം കണ്ടിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചുമ്മാ നിൽക്കുമ്പോഴും വേറൊരാൾ ഡയലോഗ് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ലാഗ് എന്നൊക്കെ പറയും സിനിമയിൽ, ഒരു ഗ്യാപ്പ് പറഞ്ഞെങ്കിൽ പുള്ളി അത് ഫില്ല് ചെയ്യും. ആ സീൻ ലാഗ് വരാതെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഐറ്റം ഉണ്ട്. മാത്രമല്ല ഓഫ് സ്ക്രീൻ ഡബ്ബിംഗ് എന്നൊരു സംഭവമുണ്ട്. ഒരു കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഹീറോയും അദ്ദേഹമായിട്ട് നടന്നു പോകണമെങ്കിലും ഹീറോ മാത്രമാണ് ഫ്രെയിമെങ്കിൽ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ പുള്ളി അവിടെ ഡബ് ചെയ്യും. ഈറ്റയിലൊക്കെ ഇല്ല, അവിടെ സൂക്ഷിക്കണം, ആന, മയിൽ, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഈറ്റയിലുണ്ട് സംഭവം. എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും നമ്മൾ പപ്പുവേട്ടനെ കൂടുതൽ വായിച്ചു. എന്നിട്ട് പുള്ളി ചുമ്മാതിരിക്കത്തില്ല. ഓഫ് സ്ക്രീൻ ഡബിംഗ് പുള്ളി ഔട്ട് പോയാലും പോണ വഴിക്ക് ഒരു 2 ഡയലോഗ് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകണം. അതെ, ഓഫ് സ്ക്രീൻ ഡബിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് ലിപ്പില്ല, അല്ലെങ്കിൽ അയാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഫ്രെയിമിലില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഡബ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ മലയാള സിനിമയിൽ ഒരു ഓഫ് സ്ക്രീൻ ഡബിങ്ങിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മൾ സീനിലെ ഡയലോഗ് പറഞ്ഞിട്ടില്ല. അപ്പം ഡയറക്ടർ പറയണ്ട്, രാജുചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയല്ലേ, ആ സമയത്ത് മറ്റേ ഡയലോഗ് പറഞ്ഞാൽ നന്നായിരിക്കും, ഒന്ന് മൂളിയാൽ നന്നായിരിക്കും. അതുപോലെ ഔട്ട് പോവുകയില്ലേ, ഔട്ട് പോകുമ്പോഴേ ഇവന് വകതിരിവുണ്ട്, ഒരു പ്രാന്താണെന്ന് തോന്നുന്നു, ഔട്ട് ഫ്രെയിമിൽ പറഞ്ഞേക്ക് അതൊക്കെ തുടക്കം കുറിച്ച ആള് പപ്പുചേട്ടനാണ്. ഓക്കെ രാജേട്ടാ, നമുക്ക് ഇനിയും കുതിരോട്ടം പപ്പു എന്ന അനശ്വരനായ നടന്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഇരിക്കുന്നു. രാജേട്ടാ, ഒരു പക്ഷേ ഞാനിപ്പോ ആമുഖത്തിൽ പറയും പപ്പുചേട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഒരുപാട് സീനുകളും ഒരുപാട് ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള സിനിമയിൽ പിന്നെയും പിന്നെ റീൽസിലും ട്രെൻഡായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ താമരശ്ശേരി ചുരമാണ് നമുക്കൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡയലോഗുകളിൽ ഒരെണ്ണം. ആ ചിത്രം നിർമ്മിച്ചത് രാജചേട്ടനാണ്. ആ സീനില് രാജചേട്ടനാണ് കൂടെ ഉള്ളത്. കാരണം രാജുവേട്ടനും പപ്പുചേട്ടനും കൂടെ ഒരാളും കൂടെ ഉണ്ട്, മെയ്തീന്. പക്ഷെ ഡയലോഗ് ഇല്ല. മെയ്തീൻ ഇടയ്ക്ക് ഇതിന് എടുത്തു കൊടുക്കും. മൊയ്തീൻ ഒരു ഡയലോഗോ മറ്റേ ഉള്ളത് വന്നിട്ട് ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലേടോ, ചിലതിനുണ്ടാവില്ല, ചിലതിനുണ്ടാവില്ല എന്ന് മറ്റൊരു വരിയാണ് ഈ മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അതിന്റെ അത്ഭുതവും ആ കൂടെ നടക്കുന്നതും ഭയങ്കരം തന്നെ ഒക്കെ. അപ്പൊ ആ സീനിന്റെ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് ആദ്യം പറയൂ പപ്പുവേട്ടനെ പറ്റി പറയുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞ ഈ വെള്ളാനകളുടെ നാട് എന്നുള്ള ഒരു സിനിമ ഉണ്ടാകുന്ന തന്നെ ഈ 28-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. നമ്മളെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കുന്നു. കോഴിക്കോട് മഹാറാണി ചെല്ലുന്നു. 27-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പ്രിയം പറയുന്നു, ഈ പടം നടക്കൂല. അയ്യോ, ഞാൻ ചെവിരിലൊക്കെ ഒന്ന് താങ്ങി. കഥ ശരിയല്ല കേട്ടിട്ട് ഞാനും ശ്രീനിവാസൻ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്കൊരു 5 ദിവസം ഇരുന്ന് ഒരു പുതിയ കഥ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, ബാലങ്കനാർ ചേട്ടനൊക്കെ വന്നു, കോസ്റ്റ്യൂമൊക്കെ തെച്ചു, അവരെയൊക്കെ പറഞ്ഞു വിട്. ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് തളർന്നു, നീ മാത്രം അങ്ങോട്ട് വരരുത്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറച്ചിലുണ്ട്, അത് വേണ്ട, ഞങ്ങളിതിന് മാത്രം, ഞാനും ശ്രീനിവാസനും മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലങ്കനാർ ചേട്ടൻ വന്നു, സംസാരിച്ച് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു. അപ്പം ജൂബിലി യൂണിറ്റുകാരൻ വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ്, ഐശ്വര്യമായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ട് നടക്കാതെ പോകുന്നൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, 1-ാം തീയതി തുടങ്ങും, നിങ്ങൾക്ക് അതുവരെ നിൽക്കാമെങ്കിൽ നിൽക്കൂ, നമുക്ക് തുടങ്ങുന്നുണ്ട്. അങ്ങനെ 1-ാം തീയതി അന്ന് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അതാണ് വെള്ളാനകളുടെ നാടെന്ന്. ഈ 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പടം 5 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും അല്ല അതിൻ്റെ ട്രാജഡി. 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് 1-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. 2-ാം തീയതി 3-ാം തീയതി ആയപ്പോഴത്തേക്കും ശ്രീനിവാസൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക്, വടകര അടുത്തല്ലേ, അങ്ങ് കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോവുകയാണ്. അന്ന് അംബാസഡർക്കാരാണ്. ഇങ്ങനെ ഓടി പോകുമ്പം വടകര അടുത്ത് ഈ അംബാസഡർക്കാർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും വേറെ റോഡിൽ കിടക്കുന്നു. ഞാൻ വെച്ച് ഇത് തകർന്ന് തരിപ്പണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ല, ശ്രീനിവാസൻ സാറ് കോഴിക്കോട് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ പോയി. ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു 3 സ്റ്റിച്ചുണ്ട് ഇവിടെ, കയ്യിലൊരു ചെറിയ പോറിൽ. ദൈവാധീനം രക്ഷപ്പെട്ടു. രാജു പേടിക്കൊന്നും വേണ്ട, നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കത്താണ്. ഷൂട്ട് ചെയ്യാനുള്ള സീൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യനന്ദിക്കാട്ടിൻ്റെ പൊന്മുട്ടയിടുന്ന തട്ടാൻ, അന്ന് ആ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പൊന്മുട്ടയിടുന്ന താറാവെന്നാക്കി. അതിൽ അഭിനയിക്കാനായിട്ട്
എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ സീനുകൾ ഞാൻ എത്തിച്ചു കൊള്ളാം. ഞാൻ പ്രിയൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, പ്രിയ കയ്യും കാലും തള്ളരുന്നു, നീ ചുമ്മാ ഇടാ, നമ്മുടെ ഇല്ല പേന, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സീൻ തുടങ്ങുന്നു. ഒരു ലോറിയൊക്കെ മഹാറാണിയുടെ മുമ്പ് നിൽക്കുന്നു. മണിയമ്പിള്ള രാജു സാർ ഇവിടെയാണ് താമസിക്കുന്നത്. ഗുരുവായിരുന്നു ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട് ശ്രീനിവാസൻ സാറ്. 2 സീൻ. KPS എഴുതി ചേച്ചി വരുന്നു. ഞാൻ അവിടെ നിന്ന് വരെയാണ് സീനിൽ അഭിനയിക്കാൻ. ഒരു 2 സീൻ ശ്രീനിവാസൻ തന്നയിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ഗോപാലകൃഷ്ണൻ അവിടുന്ന് ഫോൺ ചെയ്ത് ഫോണിൽ കൂടെ, അന്ന് മൊബൈലില്ല, ഫോൺ പറഞ്ഞു, അങ്ങനെയാണ് സീൻ എഴുതുന്നത്. 20ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ മാതിരി ശ്രീനിവാസൻ എത്തുന്നത്. പാക്കപ്പാണ് അന്ന് പടം. 20th ഡേ പടം പാക്കപ്പാണ്, വിത്തൗട്ട് സ്ക്രിപ്റ്റ്. 5 ദിവസം കൊണ്ട് എടുത്ത് അത് തന്നെ പലപ്പോഴായിട്ട് പലതായി കൊടുത്തുവിടുന്ന സ്ക്രിപ്റ്റ്. 20ാം ദിവസം പാക്കപ്പ്. അതാണ് വെള്ളാനുള്ള നാട്. വെള്ളാനുള്ള നാട് പാക്കപ്പിന്റെ തലേ ദിവസമാണ് പുള്ളി വന്നത്. പുള്ളിക്ക് ഒരു ഫുൾ നൈറ്റും ഡേ ഉള്ളൂ. ആ ദിവസമൊക്കെ റാഗ് ചെയ്ത് മോഹൻലാൽ കൊന്നു ശ്രീനിവാസനെ. ഞാൻ തന്നെ ഇരിക്കണതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തൊലച്ചടുക്കി ഏറ്റൊക്കെ വിട്ട സംഭവം. പപ്പുവേട്ടൻ്റെ കാര്യം ചോദിച്ചല്ലോ, ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ തന്നെ നിർമ്മിച്ച പടത്തിൽ വരുമ്പോൾ പപ്പുവേട്ടനായിട്ട് അപ്പം ക്ലോസ് ആയി കഴിഞ്ഞു. എല്ലാവരുമായിട്ടും ക്ലോസ് ആണ്, എല്ലാവരുമായിട്ടും എപ്പോഴും ചിരിച്ചേ പറയുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നേച്ചറാണ് പുള്ളിയുടെ. അപ്പോൾ ഈ പർട്ടിക്കുലർ സീൻ നമ്മുടെ താമരശ്ശേരി ചുരം ഇന്നും ഹിറ്റാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സീൻ എടുക്കാൻ നേരത്ത് എന്തോ ഒരു പുള്ളിക്ക് ചെറിയ മൂഡ് ഔട്ടാണോ അതോ എന്തെങ്കിലും അസുഖം ഉള്ളിലുണ്ടായിട്ട് വെളിയിൽ പറയാത്താണോ എന്നറിയില്ല. ആ ടേക്ക് 13 ടേക്ക് എടുത്ത്. 13 ടേക്ക് അപ്പോഴത്തേക്കും പുള്ളി അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ നോക്കി നോക്കിയിട്ട് അവസാനം 13 ടേക്ക് അപ്പോഴത്തേക്കും പ്രിയദർശൻ പറഞ്ഞു, ഒരു കാര്യം പറയാം. പപ്പുവേട്ടൻ എന്ത് പറ്റി പപ്പുവേട്ടൻ ഒന്ന് ഇളകി ചെയ്യും. പപ്പുവേട്ടൻ എല്ലാ സിനിമയും ഇളകി ചെയ്യില്ലേ. നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ആൾക്ക് തിരിക്കുക, നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് ആക്ഷൻ കാണിച്ച് ചെയ്യും. പ്രിയദർശൻ ഈ ആക്ഷൻ കാണിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. പ്രിയനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ടേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ പുള്ളി പറയുന്നു, ഓടുന്നു. ആ സീൻ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാറില്ലേ താമരശ്ശേരി, അതിനെക്കുറിച്ച് ഇപ്പോഴും പറയുക. ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രിയൻ സാറിൻ്റെ കാര്യം പറയുമ്പം ആദ്യകാലത്ത് മുഴുവൻ IV ശശി സാറിൻ്റെ എല്ലാ പടങ്ങളിലും പപ്പുവേട്ടനുണ്ട്. ഒരുമിക്ക പടങ്ങളിലും നല്ല നല്ല വേഷങ്ങളുണ്ട്. ഒരുപക്ഷെ പാവാട വേണം മേലാട വേണം പോലെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രിയദർശൻ സാറിന്റെ പടങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങൾ ഒരു രക്ഷയില്ല. എത്രയോ പടങ്ങൾ. ഇപ്പം മിന്നാരത്തിലെ അധ്യാപകൻ വളരെ കുറച്ച് സീനുകൾ. തുറക്കൂല്ലടാ പാട്ടി എന്ന് പറയുന്ന ആ ക്യാരക്ടർ. തേന്മാവൻ കൊമ്പത്തിലെ താൻ ആരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കും, താൻ എന്റെ ആ സാധനം. ഇനി പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന പടത്തിലെ ഈ പറഞ്ഞ മിഥുനത്തിലെ പലിശക്ക് കൊടുക്കുന്ന ആള് വന്നിട്ട് എപ്പോഴും പലിശ. അങ്ങനെ മഴ പെയ്യുന്നു മത്തളം കൊട്ടുന്നൂല് രാജചേട്ടനല്ലേ കോമക്കുറുപ്പ് അസിസ്റ്റന്റ്. അതായത് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ സൈഡിൽ നിന്ന് ചേട്ടൻ പറയുമ്പോ ഈ ചന്ദ്രയിലെ 100 ചോദിക്കുമ്പം പേര് പറയുമ്പോ ചോദിക്കുന്നത് കാലുവിരലും കൈവിരലും കൊണ്ടിട്ടുന്ന കണക്ക് പിള്ളയായിട്ടുള്ള ക്യാരക്ടർ. ഈ അദ്ദേഹത്തിന്റെ സിനിമകളിൽ എന്തോരം സിനിമകളിലാണ് പപ്പുച്ചേട്ടൻ അഴിഞ്ഞ അടിയെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കലാകാരൻ അഴിഞ്ഞാടുക എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്രീഡം കൊടുത്തിട്ട് പ്രിയദർശൻ പറയാറുണ്ട്, നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ പപ്പുച്ചേട്ടൻ ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ എടുക്കുന്നത്, നമ്മൾ ആരാ വെച്ച് എടുക്കാൻ ഇതൊക്കെ. അന്നത്തെ കാലത്ത് പല ആർട്ടിസ്റ്റുകളും ഡയറക്ടർക്ക് ഒന്ന് രഹസ്യമായിട്ട് പറയാൻ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഡബ്ബിങ്ങേ പപ്പുവേട്ടൻ്റെ കഴിഞ്ഞിട്ടേ വെക്കാവുള്ളേ. എന്താ കാര്യം അറിയാം, പുള്ളി അങ്ങ് വളർന്ന് കയറും, വാങ്ങ് ഇടയിലും വേലയിലും മറ്റേ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞു ശബ്ദങ്ങളൊക്കെ ഇട്ട് മറ്റേ ഒന്നുമില്ലാതായിപ്പോ അശോകായിപ്പോവും. അങ്ങനെ ചെയ്ത് കളയുന്നുള്ളൂ. ഇനി ഒരാളെ കൂടെ ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ഈ എപ്പിസോഡുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഓർമ്മയില്ലെന്ന് പറയുന്ന എപ്പിസോഡുകളിൽ വന്ന സംവിധായകരിൽ എണ്ണം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ്. ഏകദേശം 167ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ. ഒരുപാട് ചിത്രങ്ങളിൽ പപ്പുച്ചേട്ടന് മികച്ച വേഷങ്ങൾ നൽകിയിട്ടുള്ള ഒരാൾ, പപ്പുച്ചേട്ടനുമായിട്ട് മികച്ച സൗഹൃദം നിലനിർത്തി പോകുന്ന ഒരാൾ. ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പി ചന്ദ്രകുമാർ സർ. നമ്മൾ തമ്മിൽ പരിചയമില്ല, നേരിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടി ഈ പരിപാടി ചെയ്യുന്നത്. വെരി ഗുഡ്, താങ്ക് യു. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഒരു കുടുംബമാണ്. രാജേട്ടന് ചന്ദ്രകുമാർ സാറിന്റെ 3-4 പടത്തിൽ നായകനെ കണ്ടല്ലേ? പിന്നെ 4-5-6 പടങ്ങളിൽ നായകനാണ്. 7 സിനിമയിൽ നായകനാണ് എന്റെ.
മണിമുള്ളരാജ് ചില്ലറക്കാരനല്ല ഏട്ടാ. അത് വേറെ സംഭവം പറയാ, ആ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിലെ 2 പാട്ടുള്ള പടം 13 ദിവസം കൊണ്ട് തീർക്കാണ്, ഒരു ഷോട്ട് ബാലൻസ് ഇല്ലാതെ. ശ്ശോ. സത്യം പറഞ്ഞ ഞാൻ മുകേഷും കൂടെ അഭിനയിച്ച പടം ഉണ്ടല്ലോ, PC 369 PC 369 എന്നുള്ള പടത്തില്. അത് നമ്മള് ഷൂട്ട് ചെയ്തത് മറ്റേ പാലക്കാട് പാലക്കാട് മലമ്പുഴ. മലമ്പുഴ ഫോറസ്റ്റ് മറ്റേ അത് മറ്റേത് ടവർ സ്ലിപ്പ്, അല്ല, അത് ചെയ്തത് കുറുക്കൻ രാജ. കുറുക്കൻ രാജാവ്. ശരി. എല്ലാം നല്ല കോമഡി പടങ്ങളാണ്. അന്ന് താജ് എന്നൊരു റൈറ്ററും ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പം ഞങ്ങൾ നല്ല രസമായിരുന്നു കാര്യം. ഈ 13 ദിവസം കൊണ്ട് പടം തീർക്കണമെങ്കിൽ ഡയറക്ടർ ഹെഡ് മാസ്റ്റർ കൂടെ നിന്നാൽ മാത്രം പോരാ. നമ്മുടെ പപ്പുവേട്ടനുമായിട്ടുള്ള ഒരു ആത്മബന്ധം തുടങ്ങുന്നത് എപ്പോഴാണ്, എങ്ങനെയായിരുന്നു? പപ്പോട്ടിനെ ഞാൻ കാണുന്നത് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കമ്പനിയിൽ വെച്ചിട്ടാണ്. ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നെ ഒരു സംവിധായകനായി മാറ്റിയത്. എന്നെ മാത്രമല്ല, മലയാള സിനിമയിൽ ഒരുപാട് പേരെ, ഹരിഹരൻ, AB രാജ്, ഇവൻ സത്യനന്ദിക്കാട്, ഞാൻ ഒക്കെ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പ്രൊഡക്ട്സാണ് സത്യം പറഞ്ഞ. ആ കയ്യിലൂടെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്ന് ഭാർഗവനിലേക്ക് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പപ്പോട്ടിന് വർക്കുകളൊന്നും ഇല്ലാതായപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മദ്രാസിൽ. നിലമ്പൂർ ബാലൻ, കുതിരവട്ടം പപ്പു, പിന്നെ നമ്മുടെ നെല്ലിക്കോട്ടുണ്ടോ? നെല്ലിക്കോട് ബസ്സിന് താമസമില്ലായിരുന്നു. ഇവരൊക്കെ താമസിക്കുന്നവരാണ് അവിടെ ഒരു റൂമിൽ. ഹമീദ് കാക്കശ്ശേരി, നമ്മുടെ ക്യാമറമാൻ രാമചന്ദ്ര ബാബു, അപ്പോൾ പിന്നെ നമ്മുടെ നടൻ സുകുമാരൻ, പിന്നെ ഈ കൂട്ടത്തിലുള്ളതാണ് രവി മേനോൻ, സുരാസു. ഇതൊക്കെ വൈകുന്നേരത്തെ കമ്പനി പാർട്ടി. അപ്പോൾ സ്ട്രഗ്ലേഴ്സാണ്, ഭയങ്കര കഷ്ടപ്പാടുന്ന കാലഘട്ടത്തിൽ. വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ക്ലിനിക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഹാപ്പി ആയിരിക്കും, അവർ ഡോക്ടറുടെ കൂടെ കൂടാം, ഡോക്ടർ കുറേ തമാശകൾ പറയും. അപ്പോൾ ഡോക്ടർ ഇവരൊക്കെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയും, നമുക്കൊരു സിനിമ എടുക്കണം ഇവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് സിനിമ എടുക്കണം എന്നറിയില്ല, എന്ത് റോൾ ഉണ്ടാക്കില്ല. എന്നിട്ട് ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത എല്ലാ പടത്തിനും ഡോക്ടർ സെറ്റിൽ വരാറില്ല. ഡോക്ടർ ഇങ്ങനെ എഴുതി തരും, ഞാൻ ക്ലിനിക്കിലേക്ക് പോകണം, ചന്ദ്രൻ പോയി തുടങ്ങിക്കോ. സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം തെറ്റ് ചെയ്താലും എൻ്റെ പേരിലല്ല ഡോക്ടറുടെ ഷോൾഡറിലാണ് വരുന്നത്. പക്ഷേ എഡിറ്റർ വെങ്കട്ടാൻ പറയും, ചന്ദ്രൻ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കാലഘട്ടം. അതും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണെങ്കിലും ഫിലിം ഭയങ്കര കോസ്റ്റ്ലിയാണ്, പേടിയാണ്. അപ്പോൾ 1 ടേക്ക് 2 ടേക്ക് പോയാൽ എല്ലാവരും മുട്ട് വിറയ്ക്കുന്ന കാലഘട്ടമാണ്. അയ്യോ ഫിലിം. അപ്പോൾ പപ്പോട്ടനും ഈ പട്ടം സദൻ, ഇവരുണ്ടായിരുന്നു ഗ്രൂപ്പ്. ഇവരെ രണ്ടുപേരും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവർ 10 മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ മുങ്ങിക്കളയും. പിന്നെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മൗണ്ട് റോഡിൽ നിൽക്കുകയാണ്, ഓട്ടോറിക്ഷയിലുണ്ടെന്ന് പറയും. ഈ എന്താ പറയുക, പട്ടം സാധന മ്യൂസീഷ്യൻ ആയതുകൊണ്ടും അദ്ദേഹം പല എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. പുള്ളി 1 മിനിറ്റിൽ വരാതെ കൊണ്ട് അവിടെ ഒരു ശബ്ദം കൊടുക്കാൻ പോകുമ്പോൾ നീ കൂടി വന്നു പപ്പനും കൂട്ടിയിട്ട് പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ടിരണം. പട്ടം സാറിൻ്റെ കൂടെ കയറിയാൽ പിന്നെ പട്ടം തന്നെയാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ എനിക്കിപ്പോഴും അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് JC ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചന്ദനച്ചോല പറഞ്ഞ സിനിമ, അത് പീരുമായിട്ടുള്ള ഷൂട്ടിങ്. ആ ഒരു സംഭവമാണ് എപ്പോഴും മറക്കാൻ പറ്റാതെ തോന്നിയിട്ടുള്ളത്. വെച്ചാൽ അവിടെ വന്നപ്പോൾ വണ്ടിപ്പെരിയാർ താമസിക്കാൻ ഒരു ഹോട്ടൽ താമസിച്ചു. പപ്പുവേട്ടനും ഈ പട്ടം സാധനം ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയായി, ഭയങ്കര കമ്പനി. നിലമ്പൂർ ബാലനും ഉണ്ട് കൂടെ. സംഭവിച്ചപ്പോൾ വൈകുന്നേരം ആ ഓണർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവരെയൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഫുഡ് കൊടുക്കുകയൊക്കെ വന്നപ്പോൾ ഓണറുടെ ഓഫീസ് ക്യാബിനിൽ നോക്കിയപ്പോൾ ഒരു സ്റ്റോക്ക് ഇരിക്കണം. ഉടനെ പപ്പുവേട്ടനും പട്ടം സാധനം നായാട്ടിന് പോയേ പറ്റൂ. അപ്പോൾ ആ പുള്ളി ഞാനീ നമ്മുടെ രാജാവിന്റെ കഥകളിലൊക്കെ നായാട്ടിന് പോവുക എന്നുള്ള പ്രയോഗമൊക്കെ കേൾക്കുന്ന കേട്ടോ. ഇതാദ്യമായിട്ട് ഒരാള് സിപ്പായി ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരാള് നായാട്ടിന് പോവുക എന്നുള്ള പറയൂ. നായാട്ടിന് പോയേ പറ്റൂ. അവസാനം അയാളത്തെ സമ്മതിച്ചു. അങ്ങനെ രാത്രി ഒരു 9 മണി 10 മണിയായപ്പോൾ അവര് അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മൂട് വന്നു, തോക്കെടുത്ത് 2 പേരും കൂടി ഇറങ്ങുകയാണ്. അപ്പം കൂടുതലൊന്നും പോകരുത്, ഇവിടെ അടുത്തെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും, മുയലൊക്കെ കിട്ടും പറഞ്ഞു. ശരി പറഞ്ഞു. 2 പേരും കൂടെ ഇറങ്ങിയപ്പോൾ ഒരു ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ 2 നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു. ഇവർ നോക്കി ഒരു വലിയൊരു മുയൽ. അപ്പോൾ ഇവർ എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈ വിറയ്ക്കുന്നു. പട്ടം സാധനം സഹായിച്ചു പിടിക്കാൻ. അങ്ങനെ 2 പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചു. കറക്റ്റ് ഉന്നം ആ മുയൽ ചത്തു വീണു. ഇവർ പോയി നോക്കിയപ്പോൾ ഒരു 2-3 കിലോ ഉണ്ട്. ഭയങ്കര ഭാഗ്യം. എടുത്തൊന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി. അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ശരി, നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഒന്ന് റൂമിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വാതിലിൽ ആരോ വന്ന് തട്ടുന്നു.
വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ്. അയാളുടെ ആസ്ട്രേലിയൻ പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. പുള്ളിയുടെ ആസ്ട്രേലിയൻ പൂച്ചയായിരുന്നത്. ഇവർ മുയലാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്ന് വലിയൊരു പൂച്ചേനാണ്. അതിനെ വീട്ടിൻ്റെ റൂമിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പള്ളിയിലച്ഛൻ ലോഹയൊക്കെ മടക്കി കുത്തി നിന്നിട്ട് പച്ചത്തൊടി. ഇവർ രണ്ടുപേരും ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കണു. കഴിഞ്ഞിട്ട് കുറേ നേരം പള്ളിയച്ഛൻ പോയപ്പോൾ ഇവർ ചോദിക്കണം എന്താ ഉണ്ടായിരുന്നത്. ഇവർക്ക് തന്നെ അറിയില്ല എന്താ ഉണ്ടായത്. ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്കറിയില്ല. അത് ഭയങ്കര സംഭവം, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വേറെ കഥയാ. പിന്നെ ഒരു ദിവസം ഷൂട്ടിങ് നോക്കുമ്പോൾ രണ്ടുപേരെ കാണാനില്ല. അപ്പോൾ എവിടെ തിരഞ്ഞിട്ട് എവിടെയും നോക്കി കാണില്ല. അപ്പോൾ ഒരു രാവിലെ തൊട്ട് തിരഞ്ഞു. ഒരു 4 മണിയായപ്പോൾ ഒരു ഫോൺ വരുന്നു. പീരുമേട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബൂത്തിൽ നിന്നാണ്. എന്താ വെച്ചപ്പോൾ കള്ളി ഷാപ്പിൽ രണ്ടുപേരും പണയം വെച്ചിരിക്കുകയാണ്. കാശില്ലായിരുന്നു സാർ കൊടുക്കാൻ. അതുകൊണ്ട് അടിച്ച് ഫിറ്റായിട്ട് കാശില്ല, ഞങ്ങൾ എന്താ വേണ്ടിച്ച് ചെയ്തോളാൻ പറഞ്ഞു സാറേ. ഇവരെവിടേക്കാണ് പറഞ്ഞേക്കേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യണമെന്ന് അറിയില്ല. അവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു. പിന്നെ തൊട്ട് ഞങ്ങൾ റൂമിൽ പൂട്ടിയിടാൻ തുടങ്ങി. കാരണം ഇവരൊക്കെ പപ്പോട്ടൻ എന്ത് സീൻ കൊടുത്താലും പട്ടൻ സദൻ വന്നിട്ട് അത്ര സീരിയസ് അല്ല. പുള്ളി വളരെ കെയർലെസ്സായി നടക്കും. പപ്പോട്ടൻ സീൻ കൈ കിട്ടിയ പിന്നെ പപ്പോട്ടൻ ആ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പോൾ പിന്നെ പുള്ളി ടെൻഷനാണ്. ഫിലിം ആയതുകൊണ്ട് ടേക്ക് 2 വരും, അത് ഭംഗിയാക്കുക എന്നുള്ളതും ഭയങ്കര ടെൻഷനാണ് പപ്പോട്ടിന്. പിന്നെ നമ്മളോട് സംസാരിക്കാനൊക്കെ ആ കഥാപാത്രം മാത്രമാണ്. പപ്പോട്ടിന്റെ കുറെ ഡയലോഗുകൾ പിന്നീട് ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ടാസ്ക് വിളിയിടാന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ സ്പാനർ ഇങ്ങെടുക്ക് പറയുന്നതാണ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള. പലരും ഇപ്പോഴും പല പണിയെടുക്കുമ്പോഴും ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ഡയലോഗുകൾ അങ്ങനെ ഇനിയുണ്ട്. അദ്ദേഹത്തിന്റെ മണിച്ചിത്രത്താഴിലെ കഥാപാത്രം, മണിച്ചിത്രത്താഴിലെ കഥാപാത്രത്തില് വാര്യംപള്ളി എന്താ മോനെ സ്കൂട്ടറിൽ സൈക്കിളിൽ വരുന്ന ആളോട് ചോദിക്കുക, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുന്ന സീൻ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ ശരിക്കൊരു കുഴപ്പമുണ്ട് അതിനകത്ത്. ഒരു ചെറിയ കുഴപ്പവും ആ വെള്ളം എന്ന് പറഞ്ഞ് ചാടി പോകുന്ന സീനുകള് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം ഈ അങ്ങാടിയിലല്ലേ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. അങ്ങനെ അഭിനയിക്കുന്നു, ഇങ്ങനെ അഭിനയിക്കുന്നു. ഇനി ദി കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കിട്ടാൻ നടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിന്റെയൊക്കെ ഒരു ഡബ്ബിങ്ങിലെ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന പോലെ അപശബ്ദങ്ങളില്ല, ചുമയുണ്ട് അദ്ദേഹത്തിന്. ആ കഥാപാത്രം ചുമച്ച് വർത്താനം പറയുന്ന ഒരാളാണ്. അത് ആ സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട്, 2 കൈയിലും ബ്രിട്ടീഷുകാരിങ്ങനെ പിടിച്ച് നിലത്ത് കിടത്തിയിട്ട് നെഞ്ചത്തിട്ട് ചവിട്ടും, അതിന്റെ ചുമയെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു നടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ശബ്ദത്തിന്റെ ട്രാക്ക് പിടിച്ച് വെച്ച് സിങ്ക് ചെയ്യാം. അന്ന് ഈ സ്പൂളിലല്ലേ നിങ്ങളൊക്കെ ഡബ് ചെയ്യുന്നത്? ലൂപ്പ് സ്പൂള് എത്തിയിട്ടില്ല, ഫിലിമിലാണ് ലൂപ്പ്. ഫിലിം ലൂപ്പായിട്ട് ഇട്ടിട്ട് ഓരോ ഷോട്ടും ഓരോ ലൂപ്പാക്കിയിട്ട് അത് പ്രൊജക്ടറിൽ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വരും, അത് കഴിഞ്ഞ് കുറച്ച് ബ്ലാങ്ക് വരും, വീണ്ടും ആ ഷോട്ട് തന്നെ തിരിച്ചു വരും, അത് ഡബ് ചെയ്യുക, റീടേക്ക് വന്നാൽ വീണ്ടും ബ്ലാങ്കിൽ വെയിറ്റ് ചെയ്യുക, അതിന് ഒരു ആരോ മാർക്ക് വരും, നമ്മുടെ ഡയലോഗ് വരുന്നത് ഉറപ്പായി വീണ്ടും ഡബ് ചെയ്യുക. പിന്നെ അത് മൊബൈലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഡയറക്ടർ പറയും ടേക്ക് 2, ടേക്ക് 3, ടേക്ക് 4, ടേക്ക് 9, ടേക്ക് 10 എന്നിട്ട് ഡയറക്ടർ പറയും ടേക്ക് 1 and 9 ഓക്കെ. അങ്ങനെയും പറയും. 2 ഓക്കെ വയ്ക്കും, 2 ഓക്കെ വെച്ചിട്ട് എടുക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ലേ നമ്മള് നീ എവിടെ പോകുന്നു എന്നുള്ളതിന് നീ ഓക്കെ അല്ലേ സാർ, എവിടെ ഓക്കെ അല്ലേ സാർ, പോകുന്നു, ഇങ്ങനെ 3 പീസായിട്ട് ഡബ് ചെയ്യാം. ഇതെല്ലാം ഈ പപ്പുവിൻ്റെ ഡെഡിക്കേഷൻ കാര്യം പറയുന്ന അദ്വൈതം എന്നുള്ള പ്രിയദർശൻ്റെ പടത്തിൽ ഇത്രേ പ്രിയം പറഞ്ഞുള്ളൂ. പപ്പുവിട്ടനെ ജസ്റ്റ് ആ ക്യൂ നിന്ന് ഇങ്ങനെ ഒരാൾ പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ ദേഹ ഉപദ്രവം ചെയ്ത മാതിരി ഒന്ന് പെർഫോം ചെയ്യണം. പുള്ളി പറഞ്ഞിരുന്നതിന് മുമ്പ് ആ ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറി, എന്നിട്ട് ആ കോഴിക്കോട് തറയുണ്ടല്ലോ മറ്റേ ചെളിയേക്കുള്ളത്, അതിലൊരു 3 റൗണ്ട് ഉരുണ്ട്, എന്നിട്ട് എണീറ്റ് മുടിയൊക്കെ വെച്ചിട്ട് ആള് മാറി. എന്തോ ഗുരുതരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച മാതിരിയുള്ള രൂപമാക്കി എടുത്തു കഴിഞ്ഞു. അദ്വൈതത്തില് മുകുന്ദേട്ട സുമുദ്ര വിളിക്കുന്ന പോലെ ആ പഞ്ചായത്തിൽ പൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ആള് ഭയങ്കരമാണ്. അപ്പോ ഈ പപ്പുവേട്ടനൊക്കെ എത്ര ശ്രമിച്ചിട്ടും പൈപ്പ് വരാത്തതാണ് ഈ ശ്രീനിവാസൻ വിളിച്ചു കഴിഞ്ഞപ്പം അറിയാതെ യാദൃശ്യമായിട്ട് പൈപ്പ് വരുന്നത്. അപ്പൊ ഇവര് ഫോൺ വിളിച്ചിട്ട് അതെങ്കിൽ കൊടുത്തുവിട്, എന്താ പൈപ്പ് നീ ഇറക്കണം എന്നൊക്കെ പുള്ളി മന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമല്ലോ. ശ്രീനേട്ടൻ പോയി കഴിഞ്ഞിട്ട് ആ ഫോണിന്റെ അടുത്തിരുന്നിട്ട് പുള്ളിക്കൊരു സംശയമുണ്ട്, ഇത് ശരിയായതാണോ അല്ലയോ എന്ന് പറയുന്നത്. അങ്ങനത്തെ ചില കുഞ്ഞു സാധനങ്ങൾ ഇടുന്നതില് എന്തായാലും ചെയ്തു. എന്നിട്ട് ഇവര് കത്ത്
എഴുതിക്കുമല്ലോ എല്ലാരെയും കൊണ്ട് ആ പടത്തില്. കത്ത് എഴുതിക്കുന്ന സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പപ്പുചേട്ടനാണോ എഴുതിയെന്ന് നോക്കുമ്പം എല്ലാരും എഴുതി നോക്കുമ്പം പുള്ളിയുടെ കൈയക്ഷരം അല്ല. അപ്പൊ വേണുചേട്ടൻ പറയും അല്ല എന്ന് പറയുമ്പോ പുള്ളി അവിടെ എല്ലാവരുടെ ഈ നേരസ്ഥനൊന്ന് പോയിക്കോട്ടെ, ഈ നേരസ്ഥനൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോത്. ഇങ്ങനെ നമ്മൾ ആലോചിക്കും എന്തോരോ പടങ്ങളാണ്. എത്ര പടത്തിൽ ഏകദേശം പപ്പുചേട്ടൻ ഉണ്ടാവും? പപ്പട്ടൻ എൻ്റെ ഒരു 35-40 സിനിമയിലുണ്ടാവും. 40 സിനിമയില് പപ്പുചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പപ്പട്ടൻ പിന്നെ ഒരു ഇതുള്ളത് അന്നത്തെ പല നമ്മളാരും ഇത് പറയല്ല, തിരക്കഥാകൃത്തുകൾ പലപ്പോഴും ഹാസ്യം ഉണ്ടാക്കലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ ഒരു ഹാസ്യരംഗം ചേർക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ തിരക്കഥാകൃത്തുകൾ എനിക്ക് എഴുതി തന്നിട്ടുള്ള സ്ക്രിപ്റ്റിലൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഹാസ്യരംഗം ചേർക്കണം എന്നുള്ളൂ, എന്താണെന്നില്ല, കഥാപാത്രം എന്താണെന്നില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യണം. പൊപ്പോട്ടാ മാളരവിന്ദനുണ്ടാവും, പൊപ്പോട്ടിനുണ്ടാവും, പട്ടണത്തിനുണ്ടാവും, ലളിത ചേച്ചി. ഇവരുടെ പേര് ലളിത ചേച്ചിയാണ് അന്ന് കോമഡി പേര്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ തൊട്ടിട്ടാണ് അവരാണ് ലളിത ചേച്ചിയുടെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നതാണ് 77. അപ്പോൾ എന്നിട്ട് അവിടെ ഡിസ്കസ് ചെയ്യണം എന്ത് ചെയ്യാം. മോനെ ചന്ദ്ര എങ്ങനെ ചെയ്യട്ടാ ലളിത ചേച്ചി ചോദിക്കും. അപ്പം പപ്പോട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യടാ. എന്നിട്ട് പപ്പോട്ടിന് ചില ടെക്നിക്കുകളുണ്ട്, ഇത് അവരോട് പറയണ്ട, ഞാൻ ടേക്കിൽ ചെയ്തോളാം എന്ന് പറയും. കാരണം അവരെക്കാൾ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് ടേക്കിൽ ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം അങ്ങനെ ടേക്കിൽ ചെയ്തപ്പോൾ ബാസി ചേട്ടന് ദേഷ്യം വന്നു. അടൂർ ജലതരംഗം പറഞ്ഞ എൻ്റെ സിനിമയിൽ പപ്പോട്ടിനും അടൂർ ബാസിയും കൂടെ അഭിനയിക്കുമ്പോൾ ബാസി ചേട്ടൻ എല്ലാവരും ഓവർടേക്ക് ചെയ്ത് നന്നായി ചെയ്യും, ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും, ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പപ്പോട്ടിനെ ഡിസ്കസ് ചെയ്തു. ഞാൻ ഇപ്പം മിണ്ടണ്ട പറഞ്ഞു. പപ്പോട്ടൻ അത് ടേക്കിൽ ചെയ്തു. അത് കഴിയുമ്പോൾ ബാസി ചേട്ടൻ്റെ മുഖമൊക്കെ മാറി. മിസ്റ്റർ നിങ്ങൾ വല്ലതും ചെയ്യാൻ റിഹേഴ്സൽ ചെയ്ത് കാണിക്കണം, ടേക്കിലല്ല ചെയ്യേണ്ടത് പറഞ്ഞു. അദ്ദേഹം അതേ ചെയ്യാറുള്ളൂ, പക്ഷെ വേറൊരാളെ പാടില്ല. ഈ 10-30 പടം പപ്പോട്ടിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്നെങ്കിലും നിങ്ങൾ തമ്മിലൊന്നും തെറ്റി എന്തെങ്കിലും ചൂടാവേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഉണ്ടല്ലേ? എന്തെങ്കിലും അല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. കാരണം പപ്പോട്ടനെ നമ്മൾ പറഞ്ഞു നോക്കും. കുറച്ച് കഴിയുമ്പോൾ പപ്പോട്ടനെ കാണാറില്ല. എവിടെയാ പപ്പോട്ട പോയിരിക്കുന്നത്? അത് മോനെ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു, ചുമ്മാ ഒരു ദിവസം 4 പടം വെറുതെയാണ്. ഇടയ്ക്ക് 2 മണിക്കൂർ പോയിട്ട് അപ്പുറത്തെ സ്റ്റുഡിയോ പോയിട്ട് അഭിനയിക്കുന്നുണ്ടാവും, ഞാൻ കാണാതെ. എന്നിട്ട് അവിടെ പോയി പിടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഡേറ്റ് ആയിരിക്കും. ചോദിച്ചാ അത് അവര് പാവങ്ങളല്ലടാ, നിനക്ക് എപ്പോ വേണമെങ്കിൽ ഞാൻ തരില്ലേ, അവർക്ക് ഇന്നലെ കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. പപ്പോട്ടിന്റെ സ്ഥിരം പതിവാണ്. പക്ഷെ അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന് അവിടെ കിടന്ന് തട്ടിക്കളിച്ച് ഉരുണ്ട് കളിച്ച് എങ്ങനെയും ആ ഹാസ്യരംഗം എന്താണെന്ന് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കറക്റ്റായി ചെയ്തിരിക്കും. അങ്ങനെയാണ് ആ മണ്ണിന്റെ മണമുള്ള കവിത ആദ്യം ഇതൊക്കെ പപ്പോട്ടൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. മാളാരവിന്ദൻ പപ്പോട്ടനോട് ആ പീരുമേട് മുഴുവൻ തെക്കുമുടക്കം നടന്നിട്ടുണ്ടാക്കുന്നതാണ്. ആ അഗ്നിവ്യൂഹം പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് 12 ദിവസം കൊണ്ട് 4 പാട്ടും 4 ഫൈറ്റും സിനിമയും തീർത്തതാണ് ആ പടം. ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ നടക്കുന്നത്? ഇതൊക്കെ കാണുമ്പോ വലിയ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് വേറെ വല്ല പരിപാടികൾ അറിയാം? ഇത് എങ്ങനെയാണ്? 167 പടം ചെയ്തു, ഇത്രയും സംവിധാനം ചെയ്തതാണ്. അപ്പൊ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് മോഹൻലാൽ പടത്തിൽ അഭിനയിച്ചിട്ട് ഇദ്ദേഹം കൊണ്ടുവരും, ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോഡി കൊണ്ടുവന്ന സീനിൽ പുള്ളി ഒരു കൊടയായിട്ട് നിൽക്കുമ്പം അതിനകത്തുള്ള ഒരു വർക്കർ എന്ന് പറഞ്ഞു, ഹലോ ഒന്ന് മാറിയുന്നേ, ഈ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റൊക്കെ നിൽക്കുന്നില്ല, അവരൊക്കെ അവർ ഒന്ന് ബാക്ക് ചെയ്യുന്നേ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുണ്ട്, ഞാൻ ബാക്കിൽ നിന്ന് അങ്ങ് മാറി നിന്ന് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ആ പയ്യൻ പറയുന്ന കേട്ട് ഞങ്ങൾ മാറി നിന്ന്. ഞാൻ രാത്രി മോഹൻലാലിൻ്റെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറയണു, 167 പടം ചെയ്ത ആളാണ് ആ മനുഷ്യൻ്റെ തന്നെ, അവനെ കാലി തൂക്കി തറയടിക്കുകയല്ലേ വേണ്ട. അല്ല, അവർക്ക് അറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് അവർക്കറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും പറയുമ്പോഴേ ഒരു കാര്യമുണ്ട്. ഇത് രണ്ടും പറയുമ്പോ ഈ നമുക്ക് നമ്മൾ ആരാന്നറിയാലോ, ചിലർക്ക് അത് വെച്ചിട്ടൊരു ദേഷ്യം വേണേ വരാം. നിനക്ക് ഞാൻ ആരാന്നറിയാവോടൊന്നൊരു ചോദ്യം വരാം. നിങ്ങൾക്കത് വരുന്നില്ല അല്ലെ? അത് ഇപ്പൊ ഈ പറയുന്നൊരു സംഭവം ഇങ്ങനൊരു ആളോട് സാറ് പറഞ്ഞതിനകത്ത് കറക്റ്റാണ്. ഒരു പക്ഷേ ഇപ്പൊ ഈ TV പരിപാടിയിൽ ഇന്ന് ഈ പരിപാടി എയർ ചെയ്യുമ്പം കാണുന്ന എത്രയോ പേർക്ക് ചിലപ്പോൾ പുതിയ മുഖമായിരിക്കും ഇത്. കാരണം ഡയറക്ടറിന്റെ മുഖം വന്ന് അതിനെന്താ ഉദാഹരണം വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ വരുമ്പോ എന്നോട് ഒരാൾ ചോദിച്ചു എന്താ പണി. ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്യണു. എന്തോ ചോദിച്ചു. ഞാൻ ഒരു ഡയറക്ടറാണ്. ഡയറക്ടറോ? എന്താ പേര്? പറഞ്ഞു ചന്ദ്രകുമാർ. പണ്ടൊരു ചന്ദ്രകുമാർ ഉണ്ടായിരുന്നില്ല, അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു അയാളൊക്കെ തട്ടിപ്പോയിട്ട് കാലം കുറയായി. അല്ലാതെ ഇപ്പൊ ഞാനാണ് അതൊന്ന് പ്രൂവ് ചെയ്യാൻ ചന്ദ്രകുമാർ, പുതിയ ചന്ദ്രകുമാർ പോയി. അല്ലാതെ ഞാൻ അതിപ്പോ പറഞ്ഞ് അവരെ തെളിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവര് നോക്കുമ്പോ പ്രേംനസീറിന്റെയും മധുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രകുമാറാണ്. അപ്പൊ ഏതാണ്ട് ഒരു 1995 ഇയേഴ്സ് എനിക്കും കാണണം.
അതാണ് അവർ ധരിക്കുന്നത്. ആ അപ്പൊ പിന്നെ ഞാൻ അവര് അത് ബോധ്യപ്പെടുത്തേണ്ട. വളരെ ചെറുപ്പത്തില് സിനിമ തുടങ്ങി അല്ലേ? ഞാൻ 19 വയസ്സിൽ ഡയറക്ടറായി. 14 വയസ്സിൽ ഉമ്മാച്ചു പറഞ്ഞ സിനിമയിൽ പി ഭാസ്കരൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറുകയാണ്. അന്ന് ജീവിതത്തിൽ കണ്ടുമുട്ടിയതാണ് മധുസാറിനെയാണ് ആദ്യമായി കണ്ട നടൻ. പിന്നെ മധുസാറായിട്ട് ജീവിതത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തു. മധുസാർ ഉമാ സ്റ്റുഡിയോൻ്റെ ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു. നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ എന്തിനാ ഈ പരിപാടി ചെയ്യുന്നത്, നമ്മൾ എല്ലാ കാര്യത്തിനും എന്താണ് എന്ന് ചോദിക്കുമല്ലോ. അതിൻ്റെ കാര്യകാരണങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ എനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാത്തത്, ഇങ്ങനെ ഒരാൾ മാറിക്കാൻ പറയുമ്പം നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവം കൊണ്ടാണ് ദേഷ്യം വരാതിരിക്കുക, അല്ലെങ്കിൽ അത് അവന്റെ അറിവുകേടാണെന്ന ബോധ്യം നമുക്കുണ്ടാകുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതെല്ലാവരും ഇത് കാണുന്നത് കണ്ട് പഠിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ ഈ 167 പടം ചെയ്യുന്നത് കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയില്ല. ഇതൊരു പുതിയ ഇൻഫർമേഷനാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരാളെ കൂടെ പപ്പുവേട്ടന്റെ ഓർമ്മകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പല ഹെഡിങ്ങുകൾക്ക് പറ്റിയ ഒരാളാണ് അദ്ദേഹം. എഴുത്തുകാരനാണ്, സംവിധായകനാണ്, ഗാനരചയിതാവാണ്. അങ്ങനെ നമുക്ക് പല മേഖലകളിൽ അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റിയൊരു സകലകലാ വല്ലഭനാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാലു കുര്യത്ത് സാർ. എൻ്റെ ശിഷ്യനും കൂടിയാണ്. ഓ, ബാലുഗിരി സാർ, ഞങ്ങള് പപ്പുവേട്ടന്റെ പല പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സിനിമകളിൽ പപ്പുവേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പപ്പുവേട്ടന്റെ നല്ല സുഹൃത്താണ്. പപ്പുവേട്ടന്റെ നല്ല ഓർമ്മകൾ എന്തെല്ലാമാണ്? ആദ്യം പപ്പുവേട്ടനെ ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് മധ്യവേനൽ അവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മദ്രാസിലേക്ക് പോകും. അന്ന് ബിച്ചു തിരുമല അവിടെ ഉണ്ടായിരുന്നു. അത് ബന്ധുവല്ലേ? എൻ്റെ അമ്മാവൻ്റെ മകൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും, എന്തിന് തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട്. എക്സെപ്റ്റ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല. പോയിട്ട് കാര്യമില്ലാതെ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു. പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ എല്ലായിടത്തും പോയി. തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു IV ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി. അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബിച്ചു തിരുമല, മുരളി മൂവീസ് രാമേന്ദ്ര ചേട്ടൻ, അതെ, രാമേന്ദ്ര ചേട്ടൻ, ബിച്ചു തിരുമല, IV ശശി, നമ്മുടെ വിപിൻ ദാസ് ക്യാമറാമാൻ, പിന്നെ മ്യൂസിക് ഡയറക്ടർ A.T. ഉമർ, ഷെരീഫ് ഖാ, അങ്ങനെ ഒരു എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘം ഉണ്ടായി. സുരേഷ് കുമാർ, പിന്നെ പ്രിയദർശൻ, അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ചെന്നപ്പോഴാണ് അവിടെ പപ്പുവേട്ടൻ സ്ഥിരം സന്ദർശകരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മക്കാണ് പരിചയപ്പെടുത്തുന്നത്. അത്രേ ഉള്ളൂ. വലിയ സൗഹൃദമൊന്നും അന്നില്ല. അന്ന് ഒരു പത്രപ്രവർത്തകനും കൂടെയാണ്. ഉത്സവം സിനിമയല്ലേ? ഉത്സവം സിനിമയാണ്. കറക്റ്റ് ഉത്സവം തന്നെയാണ്. ഉത്സവ സിനിമയുടെ അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ, അന്ന് വിസ്താരമായെന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത്, അപ്പോഴും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഞാൻ ചായച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചൊരു സിനിമ ഷൂട്ടിങ് വന്നു. അദ്ദേഹത്തിൻ്റെ സിന്ദൂരം എന്നാണ്. JC സാറാണ് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഒരു വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 വീടുകൾ വേണം. ഒന്ന് പഴയതും ഒന്ന് പുതിയതും. ഒന്ന് നമ്മുടെ രാഗിണി മാഡത്തിൻ്റെ അഭിനേത്രിയായിട്ടുള്ള രാഗിണി, ലളിതാപത്മിനി രാഗിണി മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്ത്, ഇന്നത്തെ IG ഓഫീസ്. അതും ഇന്നത്തെ IG ഓഫീസ് അവരുടെ വീടാണോ? അവരുടെ വീട്. മാധവൻ തമ്പി. അതെ, അവരുടെ വീടാണ് ഇന്നത്തെ IG ഓഫീസ്. ചെറിയ വീട്. അത് മാത്രമല്ല, അതിന്റെ അപ്പുറം ഇപ്പുറം 2 വീടുണ്ട്. 3 വീടും അവരുടെ ആണെന്നാണ് തോന്നുന്നത്. ആ വീട് ചെന്ന് ഞാൻ തമ്പി അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെയ്തോളൂ, ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വേറൊരെണ്ണം കുന്നുകുഴിയിൽ ഡാമർ ബ്രദേഴ്സിൽ
എൻ്റെ ഒരു വീട്, പുത്തൻ വീട്, പാലുകാഴ്ചതേ ഉള്ളൂ, അതും സംഘടിപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ കുന്നുകുഴിയിൽ അത് ഉണ്ണിവൈദ്യൻ അല്ല, കുന്നുകുഴിയിലെ ഡാമർ ബ്രദർ BK പിള്ള, അതന്നെ അതന്നെ ഡാമർ ബ്രദേഴ്സ് BK പിള്ള. അപ്പോൾ ആ 2 വീടും സെറ്റ്. ആ BK പിള്ള എൻ്റെ ഒരു അകന്ന റിലേഷനാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അങ്ങനെ അതായത് ഷൂട്ടിങ്ങിന് വേണ്ടി 2 വീട് അറേഞ്ച് ചെയ്ത് arrange കൊടുക്കുന്ന. ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അസ്മാദി എന്ന് പറയും, കൂടെ നടക്കുന്നവൻ, ആ. സിനിമാക്കാരുടെ കൂടെ നടക്കുന്നവൻ. അസ്മാദി. പക്ഷെ സംവിധായകനാകണമെന്നാണ് ആഗ്രഹം. അപ്പോഴും ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ BSc പഠിക്കുകയാണ്, MG കോളേജിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വെച്ചിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത്, ചന്ദ്രകുമാർ സാറിനെ. ചന്ദ്രകുമാർ സാറിൻ്റെ ഒരു എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് എടുത്ത് തന്നത് പിന്നീട് വന്ന മധുരം തിരുമധുരം എന്നുള്ള സിനിമയിലാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. ക്ലാപ്പ് എടുത്ത് തന്നത് ഡോക്ടർ ബാലകൃഷ്ണനാണെങ്കിലും ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് വായിക്കാൻ തരുന്നത് അദ്ദേഹമാണ്. ഒരു മനുഷ്യൻ തരില്ല അന്നത്തെ കാലത്ത്, സ്ക്രിപ്റ്റ് കയ്യിൽ തരില്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് തരില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ എഡിറ്റിങ്ങിൽ കയറ്റില്ല, എല്ലാം അകറ്റി നിർത്തും. ശകലം വിദ്യാഭ്യാസവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ജോലി പോക്കാണ്, അവനെ അടുപ്പിക്കില്ല. സാറിന് അതറിയാം. അപ്പോൾ എന്തായാലും ശരി, എനിക്ക് സ്ക്രിപ്റ്റ് എടുത്തത്. അതുകൊണ്ട് ആ ഒരു എൻ്റെ ഗുരുവാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ അയോഗ്യത ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു സംഘമുണ്ട്, ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സംഘം. അതിലൊന്നാണ് പറവൂർ ഭരതൻ. അപ്പോൾ ഭരതൻ ചേട്ടൻ വന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അറിയാൻ പറ്റില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. അങ്ങനത്തെ പറ്റിക്ക് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ, ഞാനുണ്ട്, കൊച്ചിൻ ഹനീഫയുണ്ട്, ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. ഒരു പിള്ളച്ചേട്ടനാണ് പ്രൊഡക്ഷൻ KPC പിള്ളച്ചേട്ടൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, പുതിയത് ആരായിരുന്നാലും ശരി, തിരുവനന്തപുരത്ത് ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഒരു നാടകം കണ്ടു. ആ നാടകത്തിൽ ഒരു കോമഡിയനുണ്ട്, അസാധ്യമായിട്ട് അഭിനയിക്കുന്നു. പിന്നെ അതാരാണെന്ന് ചോദിച്ചു. ആരെന്ന് എനിക്കറിഞ്ഞൂടാ. മാള അരവിന്ദൻ എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. പിള്ളേ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അയാളെ അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ. ഉടനെ ചന്ദ്രകുമാർ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്. പിന്നെ അപ്പോൾ ബാലു പറഞ്ഞു കൊള്ളാമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പപ്പുവേട്ടൻ, അതിൽ അട്ടമാരൻ പപ്പുവേട്ടനെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു നാടകത്തിലുള്ള ഒരാളെ അറിയാമെന്ന് ചോദിച്ചു. അറിയാമോ, മിടുക്കനാ, നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുതിരവ മാള അരവിന്ദൻ ആദ്യമായി സിനിമ നടനായി വരുന്നത്. മാള അരവിന്ദൻ മാളാന്ന് ടെലഗ്രാം കൊടുത്തു. പിറ്റേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പപ്പുവേട്ടനാണ് ഇതിന്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. അയാൾ നല്ല കലാകാരനാന്ന് പറഞ്ഞ ഒരാൾ വരാനായിട്ട് പറയുന്നത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ബാലു എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ ശ്രമിക്കുന്നതെന്ന് കൂടെ ചോദിച്ചു. തമാശ, അത് തമാശക്ക് ചോദിക്കുന്നത്. പക്ഷേ കാരണം തമാശക്ക് അങ്ങനെ തമാശയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുക്കാണ്ടിരുന്നാൽ മതി. ഗ്യാരണ്ടി കൊടുത്തു. നല്ലതാണ് വിളിച്ചോളാൻ നല്ലതാണ് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്നു അദ്ദേഹം പിന്നെ സിനിമാ നടനായി മാറി. അത് വൈകുന്നേരം പക്ഷെ പറഞ്ഞു ഈ നിൽക്കുന്ന പിന്നെ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറല്ല, ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹവും പത്രപ്രവർത്തകനാണ്. ഇദ്ദേഹവും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനാണ്, ഞങ്ങൾ ആണ് വേണ്ടത്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിക്കില്ല, നമുക്കൊരു ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിപ്പിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തിച്ചു പപ്പുവേട്ടൻ. അങ്ങനെയാണ് പപ്പുവേട്ടനായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്. ബന്ധം ഈ മാളച്ചേട്ടനെ കാസ്റ്റ് ചെയ്യൽ വഴിയായിട്ടാണ് പപ്പുച്ചേട്ടനുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. ഞാൻ മദ്രാസിൽ ഞാൻ തിരക്കുള്ള ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ നമ്പർ 2 ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്, അതായത് പിന്നെ പ്രസാദ് സ്റ്റുഡിയോയുടെ നേരെ എതിരെ, രാജുവിനൊക്കെ അറിയാം, അതിൻ്റെ എതിരെയുള്ള വഴി ചെന്നിട്ട് റൈറ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റ് തിരിച്ച് വലിയൊരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സിനിമാക്കാർ താമസിക്കുന്ന, ഫോർ എക്സാമ്പിൾ ബാലു മഹേന്ദ്രൻ എൻ്റെ വീട്ടിൻ്റെ നേരെ എതിരെ. എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ആർട്ടിസ്റ്റാണ് താമസിക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് ഭാനുപ്രിയ, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊരു ആർട്ടിസ്റ്റ്, നേരെ എതിരെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ ചിദംബരനാഥ് സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ രാജാമണി, അതിൻ്റെ അപ്പുറത്ത് പപ്പുവേട്ടൻ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ രതീഷ്, നടൻ രതീഷ്. ഇങ്ങനെ ഒരു സംഘം താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ സോഡ ചെലവാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആ കാര്യം അറിയില്ല. ആ സ്ട്രീറ്റിലെ ചെലവ് അന്ന്. കുതിരോട്ടം പപ്പുച്ചേട്ടന്റെ ഓർമ്മകളുമായി നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. പപ്പുവേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മാണവും സംവിധാനവും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു കൊമേഡിയനാണ് കുതിരവട്ടം പപ്പു എന്ന നടൻ. അങ്ങനെയാണ് ഞാൻ പപ്പുവേട്ടനെ പോയി കാണുന്നത്. പപ്പുവേട്ടന്
ഞാൻ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നെ അറിയാവുന്നത്. ജയന് ശബ്ദം കൊടുത്തു എന്നുള്ളതൊക്കെ വെച്ചിട്ട് പപ്പുവേട്ടൻ അറിയാം. അപ്പം ഞാൻ പപ്പുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഇങ്ങനെ ചെയ്യാൻ മോനെ, വളരെ ഒരു പുതിയ സംവിധായകൻ, ഒരു പുതിയ ആൾക്ക് ആ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയത് എനിക്ക് തരാൻ വേണ്ടി ഒരു ഡേറ്റുമൊക്കെ സെറ്റ് ചെയ്ത് തരികയും കൃത്യമായി ആ ഡേറ്റുകൾ എത്തുകയും ഷൂട്ടിങ്ങൊക്കെ ഭംഗിയായി തീരുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആദ്യ പടത്തിൽ തൊട്ട് പപ്പുവേട്ടൻ മിക്കവാറും ഡേറ്റുള്ള ഇതിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പിന്നീട് നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു പടത്തിൽ കുറച്ച് കൂടുതൽ റോളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിലും മറ്റ് കൊമേഡിയന്മാരെല്ലാവരും ഉണ്ട്. മാളയുണ്ടായിരുന്നു, ജഗതി ഉണ്ടായിരുന്നു, സുകുമാരി ചേച്ചി, അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇടയ്ക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു തിരിക്കുത്തുകാരൻ കുമാരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, ഒരു ഗെയിംബ്ലിംഗ് ഒക്കെ നടത്തി പിന്നീട് നായികയുടെ ഉയർച്ച അനുസരിച്ച് വളരുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അത് പപ്പുവേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. മലയാള സിനിമയിൽ ഒരു കാലത്ത് എല്ലാ കൊമേഡിയന്മാരെയും കീഴടക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ ഒറ്റയ്ക്ക് പപ്പുവേട്ടൻ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതായത് അന്ന് വന്നിരുന്ന അടൂർവാസി, ബഹദൂർ, അങ്ങനെ ഒരു വലിയൊരു താരനിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഒരു സൂപ്പർ വരവ് തന്നെയായിരുന്നു. പക്ഷേ വളരെ എളിമയുള്ള ഒരു നടനായിരുന്നു പപ്പുവേട്ടൻ. ഈ പപ്പുവേട്ടനൊക്കെ അന്നേരം ഒരു വലിയ സൗഹൃദങ്ങളും സൽക്കാരങ്ങളും കൂടുതലായിട്ട് വെക്കുന്ന ഒരാളായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ ആ കൂട്ടത്തിലൊക്കെ? ഉണ്ടായിരുന്നു. ആ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഞങ്ങൾ ഒരു ഫിലിമിൻ്റെ ഷൂട്ട്, അത് മോഹൻലാൽ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്. അതിൻ്റെ പടത്തിൻ്റെ പേര് നായകൻ എന്നാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നായകനാക്കി കാസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിനോട് ഇയാൾ വേണോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കാരണം എന്ന് ചോദിച്ചിട്ടുള്ളവർ അവർ പിന്നെ ഒരുപാട് പടം അദ്ദേഹത്തെ ചെയ്തു, അത് വേറെ ചരിത്രം. എന്തായിരുന്നാലും ശരി, അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നാഗേഷ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സൗഹൃദമൊക്കെ ഉണ്ട്. അങ്ങനെ നാഗേഷ് എന്ന് പറയുമ്പോൾ തമിഴില് അത് MGR സാറ്, ശിവാജി സാറും, പിന്നെ ജമിനി ഗണേശൻ സാറിന്റെ കൂടെയൊക്കെ MGR സാറിന്റെ കൂടെയൊക്കെ അഭിനയിച്ച് തകർത്ത് സർവ്വസുന്ദരമൊക്കെ. തകർക്കല്ല, ഈക്വൽ ടു MGR റെമുനറേഷൻ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. MGR എന്ന് കൊടുക്കണോ സെയിം റെമുനറേഷൻ എനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് നാഗേഷ് എന്ന് പറയുന്ന. അതെ. അപ്പൊ അത്രയും പവറുള്ള ആളുമായിട്ടാണ് പപ്പുചേട്ടൻ വീട്ടിൽ കമ്പനി. ഞാൻ ചോദിപ്പോ അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇത് കാണാമോ എന്ന് നോക്കണം. അപ്പൊ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ, രതീഷിന്. അപ്പൊ അന്ന് ഷൂട്ടിംഗ് ഇല്ല. രതീഷിന് ഞാൻ പറഞ്ഞു, രതീഷ് എനിക്കൊന്ന് പുള്ളി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഡയറക്ടറാണ്, പക്ഷെ എന്നിട്ടൊന്ന് കാണണം. അത്ര ആരാധന കൊണ്ടാണ് ഞാൻ ചെന്നു, കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർവർ സുന്ദര റീമേക്ക് ചെയ്ത് കഴിഞ്ഞു ആ കാലഘട്ടം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പപ്പു എന്ന് പറഞ്ഞൊരു സിനിമ പപ്പുവേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അങ്ങനെ അതാണ് സർവ്വസുന്ദരം. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ നാഗേഷ് സാറിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിയും വലിയ ആക്ടറാണ് പപ്പു എന്നാണ് പറയണത്. ഈസ് എ ഗ്രേറ്റ് ആക്ടർ, ഞാൻ ഒരു ചിന്ന ആക്ടർ എന്നാണ് പറയുന്നത്. അത്ര അങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, ശിവാജി സാർ മാത്രമേ ഉള്ളൂ. എപ്പോഴും വളരെ എളിമയോടുകൂടി പറയുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നീട് ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും എൻ്റെ 2 സിനിമകളിൽ അവർ പപ്പുവേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ മമ്മൂട്ടി, മേനക, സുവേട്ടൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒന്നും മിണ്ടാത്ത ഭാര്യ, ഊട്ടിയിലായിരുന്നു. സാറിന്റെ പടത്തിൽ അഭിനയിച്ചാണ് പറയുന്നത്? എൻ്റെ പടത്തിൽ ഭാര്യ എന്നുള്ള പടത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അപ്പോൾ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഈ പേപ്പർ തയ്യാറക്കുപ്പിക്കാരനാണ്. ആ ഒരു പ്രത്യേക ടൈപ്പാണ്. ആ ഒരു ക്യാരക്ടറിനെ ഞാനൊന്ന് ഇതിനകത്തോട്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണ് അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള പല കഥാപാത്രങ്ങളെയും ഇദ്ദേഹത്തിനൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്ടി സാറ്, KT മുഹമ്മദ്, പിന്നെ നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കോഴിക്കോട്ടെ നാടക പാരമ്പര്യത്തിൽ നിന്ന് വന്നവരെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് വളരെ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഞാൻ തിരുവനന്തപുരത്തുള്ള CA പരമേശ്വരൻ പിള്ളയും പിന്നെ കൈരിക്കര കുമാരപിള്ള അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ എല്ലാ നാടക രംഗങ്ങളിൽ നിന്നും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ഉണ്ടായാലും
ഒരു കോഴിക്കോടിന്റെ സംഭാവന എന്ന് പറയുന്നത് ഇല്ലേ രാജു? കറക്റ്റ് അല്ലേ? ഉണ്ട്. ഈ രാജചേട്ടന് ഇതിനിടയിൽ എന്നോട് ഇത് പറഞ്ഞില്ലേ, നിങ്ങള് ആരുടെ ഒരു ആക്ട്രസിന്റെ ഫുഡ് എടുത്ത ഒരാൾ കഴിക്കാൻ വന്നിട്ട് ചേട്ടന്റെ ഐഡിയ രക്ഷപ്പെട്ടെന്നുള്ളത് മഴ പെയ്യുന്ന മദ്ദലം കൊണ്ട്. അതെന്തായിരുന്നു സംഭവം? പ്രിയദർശന്റെ മഴ പെയ്യുന്ന മദ്ദലം കൊണ്ടെന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് താര ഹോട്ടലിലാണ്, സുലൈമാന്റെ ഹോട്ടലാണ്. അതെ. അതാണ് പിൽക്കാലത്ത് ഇപ്പൊ SCT ഹോസ്പിറ്റലായി മാറിയത്. അപ്പോൾ അവിടെയാണ് ഇതിന്റെ 90% നമ്മൾ ആ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാത്രി ഒരു ദിവസം ലിസി, വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ പേര് നടി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ലോക്കൽ 2 ഗുണ്ടകൾ എങ്ങനെയോ ഇതിനകത്ത് കയറിയിട്ട് ലിസി ഇതിൻ്റെ സുഖമാണോ, എന്തൊക്കെയുണ്ട് വിഷയം, ഇതെന്താണ് ചിക്കനും ചപ്പാത്തിയോ, സിനിമാക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം നിന്ന് ചപ്പാത്തി എടുത്തൊരു ചിക്കൻ പീസ് അവരുടെ പ്ലേറ്റിൽ നിന്ന് പുള്ളി എടുത്തു. അവരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ച്, എന്നിട്ട് ലിസിയുടെ തലയിൽ നിന്ന് തലോടുകയും ചെയ്തു. ലിസി കിടന്ന് വിളിച്ച്, അപ്പോഴത്തേക്ക് അവിടുത്തെ മേക്കപ്പ് മാനോ അവരെല്ലാം ഓടി വന്ന് രോമാരെ ശരിക്കും അടി കൊടുത്തല്ലേ, അടി കൊടുക്കേണ്ട സിറ്റുവേഷൻ, അടി കൊടുത്ത് പോയി. പക്ഷേ ഇത് നടക്കുന്നത് രാത്രി ഒരു 9 മണിക്കാണ്. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും ഒരു സംഘം വരുന്നുണ്ട്, ഒരു 10-20 പേരുണ്ട് ഇങ്ങോട്ട്. നമ്മളെല്ലാം പേടിച്ചു. ഇവന്മാരുടെ കൂട്ടുകാര്, ഇവന്മാരെ അടിച്ചതിന്റെ പ്രതിഷേധം, ഒരു തന്നെ കയ്യൊക്കെ ഒടിഞ്ഞു തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പപ്പു പൊട്ടനുണ്ട്. ചില സമയത്ത് ചിലർക്ക് ഐഡിയകൾ വരുമല്ലോ, നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഡമ്മി ഗദ, വാള്, പരിച, കുന്തമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരു മഴ പെയ്യുന്നു മറ്റേ വാൾപേറ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടി താര ഹോട്ടലിൽ ആ റൂമിൽ കിടക്കായിരുന്നു. പപ്പൂട്ടൻ പറഞ്ഞു എല്ലാവരും ഓരോന്ന് എടുക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വാള്, കുന്തം അതൊക്കെ എടുത്തോണ്ട് യുവന്മാരെടുത്തോണ്ട് അലറി വിളിച്ചോണ്ട് ഓടി വരികയാണ്. യുവന്മാരെല്ലാം കൂടെ പേടിച്ചു ഓടി പുറത്തുപോയി. പിന്നെയാണ് പോലീസൊക്കെ വരുന്നത്. അപ്പം പപ്പുവട്ടന് അന്ന് ആ ഒരു ഐഡിയ ഒന്നില്ലെങ്കിൽ അവന്മാരെല്ലാം നമ്മളെല്ലാം ഇടിച്ച് റൊട്ടിയാക്കിയായിരുന്നു സംഭവം. അങ്ങനെ നമ്മളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പപ്പുവട്ടൻ. അല്ല, ഈ പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ മാളാച്ചേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഹോട്ടലും ഈ താര ഹോട്ടലാണ്. അവിടെയാണ് സിന്ദൂരത്തിന്റെ വർക്ക് നടന്നിരുന്നത്. ഇവരെല്ലാരും താമസിച്ചിരുന്ന അവിടെയാണ്. രണ്ടാമത് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചത് രാജു എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നീട് അവർ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ അസ്രാണി എന്ന് പറയുന്ന ഹിന്ദി നടൻ, നമ്മുടെ ഷോലയിലൊക്കെ പോലീസ് അഭിനയിച്ച കാംചോർ എന്ന് പറയുന്ന സിനിമ, അതായത് ഒരു കെ വിശ്വാസ് സാർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും സൂപ്പർ ഒരു ഗുരുതുല്യൻ, നമ്മുടെ എല്ലാം ഗുരുവായിട്ടുള്ള വിശ്വാസ് സാറിൻ്റെ ഒരു സിനിമയാണ് ഞങ്ങൾ 2 പേരും റീമേക്ക് ചെയ്തു. ഒന്ന് ഞാൻ മലയാളത്തിലും, നമ്മുടെ രാകേഷ് റോഷൻ അത് ഹിന്ദിയിൽ കാംചോർ എന്ന് റീമേക്ക് ചെയ്തു. ഹിന്ദിയിൽ മമ്മൂട്ടിയാണ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചത്. അതിൽ രാകേഷ് റോഷൻ തന്നെയാണ് ജയപ്രദ അഭിനയിച്ചു. അതിനകത്ത് അസ്രാനെ അഭിനയിച്ച വേഷം രാജു ചെയ്തു. മാത്രമല്ല രാജുവിനെ കുറിച്ച് ഞാനൊരു പാട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മണിയമ്പിള്ള എന്ന് പറഞ്ഞു. ഈ ഇപ്പൊ പാട്ടിനെ പറ്റി പറയുമ്പം ഈ പപ്പുവേട്ടന്റെ ഒരു കരിയർ ഞാൻ പാട്ട് സീനുകൾ അദ്ദേഹത്തിന് നല്ല കുറെ പാട്ട് സീനുകളിലൊക്കെ ഒറ്റ എന്നിട്ട് അന്ന് ഈ കോമഡി നടൻ ഒരു പാട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ റെയറാണ്. നല്ല പാട്ടുകൾ കിട്ടിയതിൽ വലിയൊരു അത്ഭുതമുള്ളത് തളിരിട്ട കിനാക്കൾ എന്ന് മറ്റേ പറഞ്ഞൊരു പടത്തില് മുഹമ്മദ് റാഫി പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ പ്രൊഫൈലിൽ ഇത് കിടപ്പുണ്ട്, ഒരു മലയാളം പടം. ഇത് ആരുടാന്ന് പറഞ്ഞ് നോക്കി കഴിയുമ്പം ഞാനാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ, എന്റെ ഏട്ടനാണ് അതിന്റെ ഡയറക്ടർ. ഞാൻ പോവാ. പി ഗോപികുമാർ ഡയറക്ടർ, അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്. അതെങ്ങനെയാണ്? എനിക്ക് അതൊന്നും അതിന്റെ ഒരു കഥ, എങ്ങനെയാണ് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അതിൽ വന്നിരിക്കുന്നത്? അല്ല, മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷ്യാം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ബോംബെയിലാണ് ഉണ്ടായിരുന്നത്. ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണം. കൊച്ചിയിലുള്ള കുറേ സംഗീതമായിട്ട് ബന്ധമുള്ള കുറേ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്കും റാഫി പാടുന്നു എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാം അനൗൺസ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി. അപ്പോൾ റാഫി, ഇതേ മ്യൂസിക് ഡയറക്ടർ റാഫിയെ വെച്ച് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ പാട്ട് എടുത്തിട്ട് അതിന് പകരം ഈ സിനിമയിൽ അത് ഇതിനൊരു കാര്യമുണ്ട്. ഇത് എന്താ കാര്യം എന്നറിയാമോ? ഈ പാട്ട് ഞാൻ കേട്ടു. ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ആദ്യം ഓർത്തു, നമ്മളിപ്പോ ചില സിനിമകളിൽ ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന അല്ലെ വേറെ പാട്ടുകളുടെ റൈറ്റ്സ് നമുക്ക് മേടിക്കാമല്ലോ. ഓൾറെഡി ഇറങ്ങിയ ഒരു പടത്തിന്റെ പാട്ടിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഈ പാട്ടിന്റെ റൈറ്റ്സ് എടുത്തിട്ട് ചെയ്തതായിരിക്കും. കാരണം ഒരു മലയാളം പടത്തിന് അന്ന് താങ്ങാവുന്ന ഒരു പാട്ടല്ല. അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വയലിനും കാര്യങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ആലോചിച്ചു, പപ്പുച്ചേട്ടൻ ഒരു പാട്ടിന് ഇത്ര ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു പാട്ട് കോപ്പിറൈറ്റ് എടുത്തതായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ഈ പാട്ടിന്റെ ഹിന്ദി തപ്പിയപ്പോ ഹിന്ദി പടങ്ങളിലില്ല. ആ പാട്ട് തളിരിട്ട് കിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മാത്രമേ ഉള്ളൂ. തളിരിട്ട് കിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടുണ്ട്. അതിൽ കുതിരോട്ടം പപ്പുച്ചേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി അവിടെ ഏതോ ഹിന്ദി പടത്തിന് വേണ്ടി ചെയ്തൊരു പാട്ട് അതുപോലെ മേടിച്ചതാണ് അല്ലേ?
അതെ അതെ. ഈ ജിതിൻ ശ്യാമിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിസ എന്ന് പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ ആദ്യമായിട്ട് കോമഡി അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്, വിസ എന്നുള്ള സിനിമയിൽ. കാച്ചിൽ വിളയിൽ ഔസേപ്പുലോനാൻ സണ്ണിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തത് നമ്മുടെ ജിതിൻ ശ്യാമാണ്. ഈ ജിതിൻ ശ്യാമും പപ്പുവേട്ടനും തമ്മിലൊരു ബന്ധമുണ്ട്. ജിതിൻ ശ്യാം മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഈ മാളാച്ചേട്ടനും പപ്പുവേട്ടനും ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര മ്യൂസിക്കാണ് രാത്രി. പപ്പുവേട്ടൻ മാളച്ചേട്ടൻ തബല വായിക്കും. ഇവര് കമ്പോസിങ് അല്ല, ഇങ്ങനെ ഹിന്ദി ഗസൽസ് ഇങ്ങനെ പാടി അതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി ഒഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നൊരു പാട്ടൊക്കെ അത് എന്റെ പടത്തിലാണ്, വിസയിലുള്ള. അത് അതിനകത്ത് നല്ല താലി പീലി കാട്ടിലാടും ഒരു കായാമ്പു കൊട്ടാരം. അതെ, അത് നമ്മുടെ ശാന്തികൃഷ്ണൻ ശ്രീനാഥും ആണ് അതിനകത്ത് ഹീറോയിൻ അവരായിരുന്നു മെയിൻ സെൻട്രൽ ക്യാരക്ടർ. പക്ഷേ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ബഹദൂർക്കുണ്ട്. അതിനകത്താണ് ജഗതി ശ്രീകുമാർ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നു. അതിന് പകരം വന്നതാണ് നമ്മുടെ ബഹദൂർ ക്യാരക്ടർ. ഈ അവസ്ഥ ഒരാൾക്ക് ഒരു വിസ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നീട് വന്ന സത്യനന്ദക്കാട്, പ്രിയദർശൻ, ഒരുപാട് സിനിമകളിൽ പപ്പുച്ചേട്ടനെ മികച്ച സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ആ പടങ്ങളുടെ ഒക്കെ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരാളാണ്, നിർമ്മാതാവാണ്, കൺട്രോളറാണ്, ഒരു സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരാളാണ്. ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കുതിരോട്ടം പപ്പു എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാർ. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ വളരെ സന്തോഷം അദ്ദേഹം ഇങ്ങനെ വന്നത്. അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരത്തെ നമ്മൾ സുരേഷ് കുമാറിൻ്റെ എല്ലാ പടങ്ങളുടെയും ഫുൾ ചാർജ് പുള്ളിക്കാണ്. പുള്ളിയെക്കുറിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തമാശ പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പടത്തിൻ്റെ പേര് പറഞ്ഞാൽ മമ്മൂട്ടിയുള്ളൊരു പടമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഊട്ടി നടക്കുന്നുണ്ട്. ഊട്ടി നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ എരുമകൾ വേണം. എരുമകളെ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ജോണി വാക്കർ ആ സിനിമയിൽ എരുമകളെ കൊണ്ടുവന്നപ്പം പയ്യനാണ്. ഈ എരുമയെ കൊണ്ടുവന്ന പയ്യൻ ആ ചെളിയിൽ വീണ് മരിച്ചു. അപ്പോൾ ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല, ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മരിച്ചവൻ്റെ ബോഡി കിട്ടണമെന്നാണ്. ഉടനെ അപ്പി രംഗത്തോട്ടാണ്. ഒരു കാര്യം പറയാം, 1 മണിക്കൂറിനകം എൻ്റെ ശവം എനിക്കിവിടെ കിട്ടണം. 1 മണിക്കൂറിനകം എനിക്ക് എൻ്റെ ശവം ഇവിടെ കിട്ടണം, അല്ലാതെ ഇവിടെ ഷൂട്ടിംഗ് നടക്കില്ല, എല്ലാം ഇറങ്ങിയെടുക്കാം നോക്കാന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. ഇയാൾ ജീവിച്ചിരിക്കും ഇങ്ങനെ പറയുന്ന ഡയലോഗ്. അങ്ങനെ അപ്പിയെ കുറിച്ച് അങ്ങനെ അറിയാം. അപ്പി രാധാകൃഷ്ണൻ. അല്ല, ഞാനത് ആമുഖത്തിൽ പറയാതിരുന്നതാണ്. അത് പക്ഷെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ അറിയാം. ഇൻഡസ്ട്രി രാധാകൃഷ്ണൻ എന്നുള്ള പേരിന്റെ സിനിമയിൽ ഒരുപാട് പേരുണ്ട്, ഡയറക്ടറോട്ട് എല്ലാം പാടുന്നു. പക്ഷേ അത് ഒരു വാത്സല്യത്തോടെയുള്ള വിളിയാണ് കേട്ടോ. അത് അല്ലാതെ പറയുന്നതല്ല. സിനിമ ഇൻഡസ്ട്രി മുഴുവൻ അപ്പി രാധാകൃഷ്ണൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അദ്ദേഹം നിർമ്മാതാവ്, പ്രൊഡക്ഷൻ, എല്ലാ സിനിമയുടെ ഏത് മേഖലകളിൽ നോക്കിയാലുള്ള ഒരാളാണ്. ഇനി എത്രയോ വർഷമായിട്ട് ഞാനിവിടെ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും. പപ്പുവേട്ടന് അതിന് മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. ഞാൻ പൂച്ചക്കൊരു മൂക്കുത്തിയ സമയത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു 82-83 കണ്ടല്ലേ. അന്നേരം പപ്പുവേട്ടൻ വന്നു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ എത്രയോ നാളായിട്ട് പപ്പുവേട്ടനെ സിനിമയിലൊക്കെ കണ്ടിട്ടാണ് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പം പപ്പുവേട്ടൻ നല്ലൊരു റിലേഷൻഷിപ്പിലാണ്. കാരണം ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു ഞാനും പപ്പുവേട്ടനായിട്ട്. ഷൂട്ടിംഗ് സമയത്ത് ഞാനും പപ്പുവേട്ടൻ്റെ ഒരു 6-7 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ്റെ എൻ്റെ കണ്ടിന്യൂഷൻ, അതായത് പൂച്ചക്കരി മൂക്കുത്തി, ഓർഡർ അമ്മാവ്, അയൽവാസി, അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ മഴവിൽ വന്നതോട് എല്ലാ സെറ്റിലും ഞാനുണ്ടാവും. പ്രിയൻ്റെ എല്ലാ സെറ്റിലും ഞാനുണ്ടാവും. അപ്പം പപ്പുവേട്ടനും അതുപോലെ വളരെ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു. പപ്പുവേട്ടൻ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളടുത്തൊക്കെ പപ്പുവേട്ടൻ പിണങ്ങിയിട്ടില്ല. എൻ്റെ അറിവിൽ ആരോടും ഭയങ്കര സൗഹൃദമാണ് പപ്പുവേട്ടൻ എപ്പോഴും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ തന്നെ പപ്പുവേട്ടൻ നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക ഇവിടെ ഇല്ല. വളരെ സൗഹൃദമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പപ്പുവേട്ടൻ. വളരെ അതിനൊരു സംഭവമാണ്. ഒരു വർഷം ഒരു ഷൂട്ടിംഗ്, എനിക്ക് തോന്നുന്നു അയൽവാസിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ ഷൂട്ടിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു, എടാ ഞാൻ ഉച്ചയാവും വരാൻ, എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ എന്ത് അപ്പോഴാണ് എനിക്കൊരു പ്രശ്നമുണ്ട്, നീ എനിക്ക് ഉച്ച വരെ എനിക്കൊന്ന് എങ്ങനെയൊന്ന് നീ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നടക്കില്ല, ഫുൾ കോമ്പിനേഷനാണ്, രാവിലെ പ്രിയനാണ്, പ്രശ്നമാവും. അല്ല നീ എനിക്ക് ചെയ്ത് എന്താണെന്ന് അറിയാമോ, പുള്ളി ആറ്റിങ്ങിലൊരു ഉദ്ഘാടനം ഏറ്റിട്ടുണ്ട്, അതിന് പോകണം, ഞാൻ പോയേ പറ്റൂ.
എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഞാൻ എന്തും പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുന്നു. പപ്പടം ഞാൻ എന്ത് ചെയ്യും? പപ്പടം പറഞ്ഞ് ഞാൻ എനിക്കറിഞ്ഞൂടെ നീ എന്ത് ചെയ്യുന്നു. ഞാൻ അവസാനം പ്രിയൻ തെറ്റിപ്പോയി പ്രിയൻ്റെ അസിസ്റ്റൻസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് എങ്ങനെ അറിയില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ ഗുലുമാല കാണിച്ചു. 12 മണിക്ക് പുള്ളി എത്തി. പുള്ളിക്ക് ആകപ്പാടെ സങ്കടവും ദേഷ്യം വരുന്ന ഒരു സമയം എപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീട്ട് കളിക്കും, പൈസ വെച്ച് ചീട്ട് കളിക്കും. ചീട്ട് കളി തോറ്റാ സങ്കടം വരും. എന്നിട്ട് ഇത് കള്ളക്കളിയാണെന്നാണ് വഴക്കുണ്ടാക്കിയിട്ട് ചീട്ടെടുത്ത് എറിഞ്ഞിട്ട് പോകും പൈസ തരാൻ. അങ്ങനെയൊക്കെ ചില കുരുട്ട് വേണം. അതെ, പുള്ളി എത്തിയിട്ട് പുള്ളി ഒറ്റ അടി അടിച്ചു. മനുഷ്യൻ രാവിലെ റെഡിയാവണ്ടേ? റൂമിൽ വെള്ളമില്ലായിരുന്നു. 12 മണി വെള്ളം വന്നപ്പോ അപ്പൊ ഞാൻ മിണ്ടുന്നില്ല, പ്രിയനെ മിണ്ടിയില്ല, ആരും ഒന്നും മിണ്ടിയില്ല. അപ്പം അമ്പിളിച്ചേട്ടൻ, ജയതിച്ചേട്ടൻ അടുത്ത് നിന്ന് ബാക്കി ഒരുപാട് പേര് തൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ രാവിലെ റെഡിയാക്കി പോകുന്നല്ലോ. എനിക്ക് മാത്രം എന്ത് വെള്ളം കിട്ടത്ത്. പപ്പുവേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല ശരി, അങ്ങനെ അടുത്ത് വന്ന അങ്ങനെ മുഖത്ത് നോക്കി ആർക്കും വഴക്ക് പറയാൻ തോന്നുന്നില്ല. അല്ല, പപ്പേട്ടൻ ഒരിക്കലും ഒരു നമ്മുടെ സിനിമാക്കാരുടെ രീതിയല്ല, ഒരു നാടനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുമ്പോൾ നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയും. ഒരിക്കലും പപ്പേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അല്ല, ഈ സിമ്പിളായിട്ട് കാര്യം പറയുന്നതേ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇപ്പൊ നിങ്ങളുടെ എ ഓട്ടോ എന്ന് പറയുന്ന പടത്തില് ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നു വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടുമല്ലോ, ഒരു കെട്ട് പൈസ കിട്ടുമല്ലോ. ഒരാളുടെ കല്യാണത്തിന്റെ പൈസ, അശോകൻ ചേട്ടന്റെ കല്യാണത്തിന്റെ പൈസ കിട്ടും. അപ്പൊ ഈ പൈസ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടതും വലുതിരുന്നിട്ട് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പം പുള്ളി പടച്ചോൻ തന്നതാന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നുണ്ട്. ഞാൻ രാവിലെ ഇരിക്കുമ്പോ പടച്ചോനും ഭാര്യയും പിള്ളേരും ഇവരൊരു 6-8 അടി പൊക്കം ഇവര് വന്നിരുന്നിട്ട് ഇവര് 3 പേരും കൂടെ എന്റെ കയ്യിൽ തന്നിട്ട് ഈ പൈസ തന്നിട്ട് പോയി എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ അപ്പ തന്നെ പുറത്ത് കെട്ടി അഭിനന്ദിച്ചു. പുള്ളി അടിക്കുന്ന പുറത്തല്ല തന്നെ ആണെന്നൊരു സംശയമുണ്ട് എനിക്ക്. അങ്ങനെ ഈ ചില സാധനങ്ങൾ കൺവിൻസിങ് ആയിട്ട് മോഹൻലാൽ അതിലൊരു ജുബ്ബ ഇട്ടോണ്ടിരുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞിട്ടുണ്ട് ആ നെയ്യിൽ പൊരിച്ച കുപ്പായം, പുള്ളി കണ്ടുപിടിച്ച് പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിനകത്ത് നുണയാന്ന് കേട്ടാൽ മനസ്സിലാവുന്ന നുണ ഭയങ്കര സത്യസന്ധമായിട്ട് പറഞ്ഞു കളയുന്ന ഒരാളാണ്. ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ പടത്തിലോ മറ്റേ ഈ താമരശ്ശേരി ചുരത്തിന്റെ ഒരു വകഭേദമുണ്ട്. ആക്ടർ വിനീത് പോയിട്ട് അടിച്ചിട്ട് പുള്ളിക്ക് ചേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ, ആള് മാറിപ്പോയി, പിന്നെ അടിക്കും ചേട്ടനെ, ഞാൻ ചേട്ടനാന്ന് ഓർത്ത് വേറൊരാളെ അടിച്ചു എന്ന് പറയുന്ന സീനിലൊക്കെ. ഇതിനിടയിൽ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ, ഞാൻ ഡയറക്റ്റ് ചെയ്ത രണ്ടാമത്തെ സിനിമ 1977 ജലതരംഗം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിൽ അടൂർബാസിയും പപ്പോട്ടനും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട്. രണ്ടുപേരും കൂടി തന്നെ റെക്കോർഡ് ചെയ്തും അവർ അതേ വോയിസ് തന്നെ സിനിമയിലുള്ളത്. ആ പാട്ട് ഹിറ്റാവുന്നു. അന്ന് ഒരു വട്ടിയിലെ എത്ര മത്തിയൊന്ന് കാക്ക കൊത്തി പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, പപ്പോട്ടനാണ് പാടുന്നത്. ആ പാട്ട് അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ്. ഇപ്പം അതിൻ്റെ ഒന്നും കോപ്പിയൊന്നും കിട്ടാനില്ല. ബട്ട് അന്ന് അത് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പപ്പോട്ടൻ ഒരിക്കലും ടേക്കിൽ ചെയ്യുന്നത് റിഹേഴ്സലിൽ ചെയ്യില്ല പറഞ്ഞാൽ അവിടെയാണ് അന്ന് ബാസ്ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. കാരണം ആ പടത്തിൽ കാരണം വെച്ചാൽ പിന്നീട് ആ ക്യാരക്ടർ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമ ശ്രീനിവാസൻ ചെയ്ത് കണ്ടു. ആ ക്യാരക്ടർ എന്ന ഒരു പട്ടാളക്കാരൻ, പഴയ യുദ്ധത്തിൻ്റെ കഥകൾ പറയുന്ന ഒരു പട്ടാളക്കാരനാണ് അടൂർബാസി. അപ്പോൾ ഇൻ്റർവെല്ലിൽ വരെ മധുസാറും ഷീലാമ്മയും അടൂർബാസി, അച്ഛൻ അടൂർബാസി, മകള് ഷീല, ഭർത്താവ് മധു. അപ്പോൾ അതിൽ വന്നിട്ട് ഇയാൾ വഴി കൂടെ പോണവരെ മുഴുവൻ തടുത്തു നിർത്തി പട്ടാള കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർ ഇദ്ദേഹം ആ പടിപ്പുരയിൽ ഇരിക്കുന്നുണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ മാറിപ്പോകുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ അതിൽ അവസാനം വീട്ടിലുള്ള വേലക്കാരൻ പപ്പുവാണ്. പപ്പുവിനാണ് ശിക്ഷ ഡെയിലി പട്ടാള കഥ കേൾക്കാൻ. കഥ കേട്ട് മതിയാവും. അവസാനം ഒന്നും കിട്ടാകുമ്പോൾ പിന്നെ ഒരു പാട്ട് പാടാൻ പറയുകയാണ്. അങ്ങനെ പപ്പു പാട്ട് പാടുന്ന സ്വന്തം ശബ്ദത്തിൽ തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് പാടുകയൊക്കെ ചെയ്തു. അതിൽ പിന്നെയുള്ള സെക്കൻഡ് ഹാഫിൽ പപ്പു മനോഹരമായിട്ട് അഭിനയിച്ചെന്താ വെച്ചാൽ, സെക്കൻഡ് ഹാഫിൽ ഈ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് അറിഞ്ഞ ശേഷം അടൂർബാസി ഒരിക്കലും പിന്നെ വായ തുറക്കുന്നില്ല. ഇൻ്റർവെല്ലിന് ശേഷം അവസാനം വരെ പടം. അപ്പോൾ ബാസിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പപ്പോട്ടൻ പറയും, എന്തെങ്കിലും പറയൂ, ഞാൻ ആ പഴയ യുദ്ധത്തിൻ്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ കരഞ്ഞു. അത്ര വളരെ നാച്ചുറലായിട്ടാണ് പപ്പോട്ടനയിൽ അഭിനയിക്കേണ്ടത്. ഈ പ്രിയൻ സാറിന്റെ ലൊക്കേഷനിലൊക്കെ നിങ്ങളിപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ലൊക്കേഷനിലൊക്കെ ഇവരുടെ ഒരു സ്ക്രിപ്റ്റിലുള്ളതും കൈന്നിടലുമായിട്ടുള്ള എൻ്റെ അളവ് എന്തുമാത്രമുണ്ട്? കാരണം എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൂച്ചക്കൊരു മുക്കുത്തിയില ഇറങ്ങി ഓടുന്ന സീനൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സീനായിട്ട് ഒത്തിരി കൈന്നിടും, ഇഷ്ടം പോലെ. ഉടനെ പിന്നെ ഈ പറഞ്ഞതൊക്കെ അഴിച്ചുവിട്ട കൺട്രോളില്ല, അങ്ങ് പോയേക്കും. അത് എന്ത് വന്നു. അതുകൊണ്ട് പ്രിയനൊക്കെ എപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറിന് കൂടെ ഓടിക്കണം പറയും, എഴുതി എടുത്തോളാൻ പറയും. അന്ന് ഈ പൈലറ്റ് ട്രാക്ക് കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ, ഓഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡയലോഗ് കൃത്യമായിട്ട് ഡബിങ് ചെയ്തിട്ട് കുഴയും.
അത് ചെയ്യാറുണ്ട്. പപ്പടം ഒരു രക്ഷയില്ല, പപ്പടം കയ്യിൽ നിന്നിട്ടുള്ള അങ്ങ് audio അത് എടുക്കാൻ- നേരത്തെ പപ്പുവേട്ടന്റെ ആ. ഈ പിന്നെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേര് ഓർമ്മയില്ല. PG വിശ്വംഭരൻ ചേട്ടൻ അഭിനയിച്ച ഡയറക്ട് ചെയ്തതാണ്. ഒരു വയ്യാത്ത കഥാപാത്രമായിട്ട് ഒരു വയ്യാത്ത കഥാപാത്രമായിട്ട് വരികയും ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്. കറക്റ്റ് ഈ പപ്പുവേട്ടന് ആ ജനറേഷനിലുണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ഈ പപ്പുവേട്ടനും ഈ പറഞ്ഞ കാര്യം ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്യുന്ന ആളാണ്. ആ ഇമ്പ്രൂവൈസേഷൻ കപ്പാസിറ്റി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഒരുപാട് പേർക്കില്ല. എല്ലാവർക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേർക്കില്ല. അന്ന് വരുന്ന അതല്ല സുഹാസിനി ഇവിടെ കൂടെ അഭിനയിച്ചിട്ട് മദ്രാസിൽ ചെന്ന് പറഞ്ഞ കാര്യം ഇതാണ്: മലയാള സിനിമയിൽ പോയി അഭിനയിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരു പോസ്റ്റ്മാനായിട്ട് എഴുത്തുകൊണ്ട് വരുന്ന വരെ ടാലൻറ്റഡ് ആണ്. അല്ല, ഇംപ്രവൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഇത് ഇവര് ഭയങ്കര ഗ്യാരണ്ടി ഉണ്ട് സംവിധായകനെ. ഇപ്പൊ അതങ്ങ് ചെയ്ത് ഈ സംവിധായകൻ എഴുതിയതിന്റെ മീറ്ററിൽ ചെയ്തു പോവാന്ന് പറയുന്ന രീതിക്ക് അപ്പുറം ഇവരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാല് എന്തെങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പാണ്. ഉറപ്പിലുണ്ടല്ലോ. ഇപ്പം പറഞ്ഞില്ലേ, പ്രിയൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ പടം എഴുതിയിട്ട് എഴുതാന്ന് പറഞ്ഞത്. ആ സീനിന് കൂടുതലും കൊഴുപ്പ് കിട്ടും. എല്ലാ ആർട്ടിസ്റ്റും കൂടെ അങ്ങ് പക്ഷെ അന്നത്തെ ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ പപ്പോടിന്റെ കൂടെ നിൽക്കുന്നത് ജഗതി, മാള, പൂജപ്പര രവി, ഇതെല്ലാവരും ആയിരിക്കും കോമ്പിനേഷൻ സീക്വൻസുകൾ. അപ്പം ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ പ്രിയദർശനോട് ഞാൻ പറഞ്ഞാണ് അടുത്ത കാലത്തൊരു ഇതുപോലൊരു ഹ്യൂമർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾ ആർട്ടിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു, അതുപോലത്തെ ചെയ്യാം. പപ്പുവേട്ട, ജഗതി ഞാൻ എങ്ങനെ പേന എടുക്കും? ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയും ഇപ്പൊ ഞാൻ എഴുതുന്ന ഒരു ഇത് ചെയ്യാനായിട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഉയർന്ന നാടക പറഞ്ഞ സിനിമ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മോഹൻലാലുണ്ടല്ലോ. മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് വയനാട്ടിലെ ഷൂട്ടിങ്. ഈ പപ്പോട്ടൻ അതിനിടയിൽ അപ്പുറത്ത് വേറെ ആർക്കോ കോൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പോട്ടിനെ കാണാതെയാവും. അപ്പോൾ ഞാൻ പറയും എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട മൊത്തമാണ്. ഭയങ്കര ചൂടാണ്. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ കുറച്ച് ടെൻഷനാണ്, ഭയങ്കര ചൂടാവുന്ന ആളാണ്. ചീത്ത പറയുകയൊക്കെ ചെയ്യും. പപ്പോട്ടിനെ കാണില്ല. പക്ഷേ കറക്റ്റ് ഷോർട്ട് റെഡി പറയുമ്പോൾ കറക്റ്റ് ഡയലോഗ് പഠിച്ച് കറക്റ്റായി വന്നിട്ടുണ്ടാവും. അത് വരുന്ന വഴിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറെ പിടിച്ച് നിർത്തിയിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ഞാൻ റെഡിയാണ് മോനെ, ഡയലോഗ് ഉണ്ട്, ഞാൻ പറയട്ടെ എവിടുന്ന് കിട്ടിയത്. പക്ഷെ മനോഹരമായി ചെയ്യുന്നുള്ളത്. പിന്നെയാണ് എൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞു തുടങ്ങി, ചന്ദ്രേട്ടാ അവിടെ അപ്പുറത്ത് വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയമ്മോട് ഓടി വരുന്നതാണ് കള്ളന്ന്. മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമ വളരെ ഭാഗ്യമുള്ള സിനിമയാണ്. എന്താ കാരണം വെച്ചാൽ പപ്പുവേട്ടൻ, ശങ്കരാടി സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ, അങ്ങനെയുള്ള ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമുക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും നാടകത്തിൽ നിന്നും വന്നവരും ആണ്. നമുക്ക് സിനിമയെ സംബന്ധിച്ചുള്ള നായകന്മാരും നടന്മാരും ഒരുപാടുണ്ടാവും. പക്ഷേ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ക്യാരക്ടർ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളവർ കൂടുതൽ കാലം നിലനിൽക്കും. അത് മലയാള സിനിമയുടെ ഭാഗ്യവുമാണ്. അല്ല, അത് പ്രിയൻ സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. കാരണം അദ്ദേഹമാണല്ലോ ഇവിടുന്ന് ഒരുപാട് സിനിമകൾ ഹിന്ദിയിൽ കൊണ്ടുപോയി റീമേക്ക്. അപ്പം ഇവിടെ വളരെ സക്സസ്ഫുൾ ആയി ഓടിയൊരു പടം അവിടെ കൊണ്ട് റീമേക്ക് ചെയ്യുമ്പം ഇതേ പവറിൽ ചെയ്യാൻ മാത്രമുള്ള ആക്ടേഴ്സ് ഇല്ല. ഹീറോ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഈ ചെറുകിട വേഷങ്ങൾ ചെയ്യുന്ന നല്ല ആർട്ടിസ്റ്റുകൾ ഇല്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം എത്രയോ വർഷം പോയി തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള. പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ പറഞ്ഞ ആക്ടേഴ്സ് ബാലങ്കേ നായർ, ഇവരൊക്കെ ഒപ്പോട്ടൻ, ഈ സുരാസു, ഇവരൊക്കെ നാടകത്തിൽ നിന്ന് വന്നവരാണ് പറയുന്നു. ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഇവർക്ക് സിനിമയുടെ ലിമിറ്റേഷൻ അറിയില്ല. ഇവർ വളരെ റിയൽ ആയിട്ടാണ് ചെയ്യുന്നത്. ബാലങ്കേ നായരൊക്കെ ഉയർന്ന നാടകം അഭിനയിക്കുമ്പോൾ ആ നായികയുടെ മുടി പിടിച്ച് എടുത്ത് ഒരു 5 റീടേക്ക് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇവിടെ കഷണ്ടിയായി, മുടി മുഴുവൻ പറിച്ചെടുത്തു. അടിച്ച അദ്ദേഹത്തെ കൊണ്ടിരിക്കും. നെല്ലിക്കോട് ഭാസ്കർ അങ്ങനെ തന്നെയാണ്. ഉമ്മാച്ചു, ഞാൻ ആദ്യത്തെ സിനിമ വരയ്ക്കുമ്പോൾ ഉമ്മാച്ചുല് മായൻ പറഞ്ഞ മധുസാറിന്റെ കഥാപാത്രം നെല്ലിക്കോട് ഭാസ്കരനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്നുണ്ട്. പറയണു മധുസാറ് വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ, ഭാസ്കരൻ ഞാൻ ഇങ്ങനെ കുത്തും, നിങ്ങൾ ഇങ്ങനെ കിടന്നു. ഒക്കെ ശരി. കറക്റ്റായിട്ട് ഷോട്ടിൽ കറക്റ്റായിട്ട് കത്തി കുത്തി കൈ കൂടെ ഇറക്കി കൊടുത്തു. കറക്റ്റായിട്ട് നെല്ലിക്കോട് ഭാസ്കരൻ കൈ വെച്ച് കൊടുത്തു. അന്ന് ഒറിജിനൽ കത്തിയാണ്, ഡമ്മിയൊന്നും ഇല്ല, കത്തി ഇറങ്ങിപ്പോയി. നെല്ലിക്കോട് ഭാസ്കരനൊക്കെ ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റുകളാണ്. അത്ര സിൻസിയറും ഡെഡിക്കേറ്റഡ്. അവര് വേറെ നോട്ടില്ല, ആ റോളായി മാറുകയാണ്. അത് ലിമിറ്റഡ് സിനിമയാണ്, അതൊന്നും അവർക്ക് അറിയില്ല. പൊപ്പോട്ടിനൊക്കെ വിട്ടാൽ ഈ പറഞ്ഞ പോലെ അയച്ചു വിട്ടാൽ അങ്ങോട്ട് കാട് കയറി പോവെങ്കിലും എന്തൊക്കെയാ ചെയ്യണമെന്നില്ല, കൈയും കാലൊക്കെ കേടുവരുത്തും. രസമുണ്ട് ഈ കാട് കയറി പോകുന്ന പറയുന്നത്. അതാ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബിൽ എടുത്ത് പുതിയ ആൾക്കാരാ ഇതിൽ നോക്കുക, പൂച്ചക്ക് ഒരു മുഖത്തിൽ ഓട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ തല മിന്നാരത്തില് ഒരു അധ്യാപകൻ, വളരെ കുറച്ച് സീനുകളല്ലേ ഉള്ളൂ.
ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലും പുള്ളി പറയുന്നുണ്ട് ഭാരതം ബിരിയാണിയുടെ ഭാഗം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ തേന്മാവിൻ കുമ്പത്തിൽ ആ ക്യാരക്ടർ, ആ ഓയ്യോ സൂപ്പർ ക്യാരക്ടർ അല്ലേ ആ. അത്. അതിന്റെയൊക്കെ കാര്യം ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ആ സിനിമയില്. ആ. വളരെ കുറച്ച് സീനുകളിലുള്ള കഥാപാത്രങ്ങളിലാണ് ടാക്സി കുറച്ച് നേരം മാത്രമുള്ള കഥാപാത്രങ്ങളാണ് ഇവർ ഇത്രയും ഗംഭീരമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടുള്ളത് പപ്പോട്ടൻ ഹ്യൂമർ മാത്രമല്ല, സീരിയസ് എല്ലാം ചെയ്യും. ആയിട്ട് അപ്പൊ ഇവര് ഈ പപ്പോട്ടൻ, പട്ടൻ സദൻ, അറൂപ് ഭരതൻ ഇവരൊക്കെ ഡോക്ടർ ഭാഷന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകരാണ്. തീരം. അപ്പൊ വരുമ്പോൾ ഇവർക്കൊക്കെ അറിയാം. അപ്പൊ വരുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പപ്പോട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല അടുത്ത മാസം വാടക കൊടുക്കാൻ കാശില്ല, അപ്പൊ നമുക്കൊരു സിനിമ തുടങ്ങണ്ടേ. അതിനാണ് സിനിമ തുടങ്ങണമെന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ ഭാഷന് അതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെയാണോ, എന്നാൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ കഥ എന്നാ നീ ഇങ്ങനെ ചന്ദ്ര ഇതെങ്ങനെ ചെയ്യാട്ടോ, നമുക്ക് സത്യനെ വിളിക്കൂ, ഇത് കോപ്പി എടുക്കാൻ പറയൂ. സത്യൻ അവിടെ ഉണ്ട്, സത്യൻ എൻ്റെ അസിസ്റ്റൻ്റാണ്. സത്യൻ സീൻ എഴുതി തുടങ്ങും, ഡോക്ടർ പറയുന്നു, സത്യൻ കോപ്പി എടുക്കുന്നു, അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഈ സത്യനന്ദിക്കാടാണ് കേട്ടോ ഡയറക്ടർ. അതെ എന്റെ കൂടെ 15 കൊല്ലം എന്റെ വീട്ടിൽ താമസിച്ച എന്റെ ശിഷ്യനായി വളർന്നുകൊണ്ട് ഞാൻ സത്യം അല്ല അത് പിടിച്ചോളൂ. ഞാൻ ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അല്ലേ സത്യനൊക്കെ പറഞ്ഞ ചന്ദ്രേട്ട കുമാർ സാറൊക്കെ വന്നിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹം സിനിമയിലുണ്ട്. എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നത് രാജപരമ്പര പറഞ്ഞ സിനിമയ്ക്ക് ബാലുക്കിരി അതിൽ കൊല്ലട്ടൊപ്പൊക്കെ ഉണ്ട്. അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ണൂര് വരുന്നു. ഈ KPC പിള്ള പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ റൂമിലാണ് ഞാൻ കിടക്കുന്നത്, കിടക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്റെ അടുത്ത് ഒരു ദിവസം വന്നു പറഞ്ഞു ഈ പിള്ളയുടെ റൂമിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ ഞാനും പപ്പട്ടു പിള്ള രാത്രി ഭയങ്കരമായിട്ട് കഴുത്ത് പിടിച്ച് നിലവിളിക്കുക ചെയ്യണം. കഴുത്ത് പിടിച്ച് നിലവിളിക്കേ എന്നിട്ട് ഞാൻ പപ്പോട്ടം പറഞ്ഞു ഇവനെന്താ വട്ടാണ് കേട്ടോ, ഇവനെ ഉടനെ ട്രിവാൻഡ്രത്തേക്ക് പറഞ്ഞു വിടണം എന്നൊക്കെ പപ്പോട്ടം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് പാക്കപ്പായി. ഇപ്പൊ പിള്ളച്ചേട്ടൻ കണക്കുകൾ തീർന്നിട്ടില്ല പറഞ്ഞിട്ട് കണക്ക് എഴുതാൻ വേണ്ടി ഒരു റൂം മാത്രം ബാക്കി വെച്ചപ്പോ എന്റെ റൂമിൽ വന്നിട്ട് ഇരുന്ന് പിള്ളച്ചേട്ടൻ കണക്കുകൾ എഴുതണം. കണക്ക് എഴുതുന്ന സത്യൻ കട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാനും കുറെ ഇയാൾ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാനും കിടന്നുറങ്ങി. രാത്രി അയ്യോ നിലവിളി കേൾക്കുകയാണ്. അപ്പോ എന്റെ മനസ്സിൽ ബാലുക്കേസ് പറഞ്ഞു വരുന്നതാണ് പിള്ളച്ചേട്ടൻ രാത്രി നിലവിളിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണുമൂടി കിടന്ന് മനസ്സിലെപ്പിച്ച് ചോദിച്ചാൽ പിള്ളച്ചേട്ടനായിരിക്കും നിലവിളിക്കുന്നത്. സത്യന് ഇത് അറിയില്ല. സത്യൻ എന്നെ വിളിച്ച് ചന്ദ്ര ആരോ കഴുത്ത് പിടിച്ച് നിലവിളിക്കുന്നുണ്ട്, ആരോ കൊല്ലുന്നുണ്ട്, ഒന്ന് എഴുന്നേക്ക് സത്യൻ എന്നോട്. ഞാൻ പറഞ്ഞു ഏയ് അതൊന്നുമില്ല സത്യം, ഉണ്ടാക്കിടന്നാൽ മതി. അല്ല ചന്ദ്ര എഴുന്നേക്ക് ചന്ദ്രൻ പറഞ്ഞാലും മനസ്സിലായില്ല. എന്നിട്ട് സത്യനെ ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് താഴത്ത് പിള്ളച്ചേട്ടൻ അവനെ വിളിക്കാൻ പിള്ളയാണ് കഴുത്ത് കൈവച്ചിട്ട് സ്വയം വെച്ചിട്ട് വിളിക്കുന്നത്. സത്യന് ഒറ്റ ചാട്ടാണ് വീടി മേലെ വീണിട്ട്. അയ്യോ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് ഒരു തരം എന്താ പറയുക, നമ്മൾ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നാൽ ഡോറിൽ കൂടെ തണുത്ത കാറ്റടിച്ചാൽ ബ്രെയിനിലേക്കാണ് തട്ടുന്നെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സെൽസ് കുറച്ച് ഇതാവുമ്പോൾ അവിടെ ഒരു വേരിയേഷൻ വരും. അപ്പോൾ സപ്പോസ് നമ്മൾ നെഞ്ചിൽ കൈവച്ച് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെയൊക്കെ വെയിറ്റ് കൂടുമല്ലോ. നമ്മൾ അലർട്ടായിരിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റേ തളർന്നു കിടക്കല്ലേ. അതിൻ്റെ കൂടെ ഇതും കൂടി വരുമ്പോൾ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം വരും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ശ്വാസം മുട്ടൽ. അപ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ കഴുത്ത് ആരോ പിടിച്ച് ഞെക്കുകയാണെന്നാണ്. അതാണ് അതിൽ നിന്ന് പിന്നെ ഒരു അലർട്ടാകുമ്പോൾ കൈ വീണ്ടും അലർട്ടാകുമ്പോൾ മാറുന്നതാണ്. ഈ നമ്മള് ശബ്ദങ്ങൾ ഉണ്ടായി ഡയലോഗ് ഇല്ലാതെ നമ്മളിപ്പോ രാജേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡയലോഗ് ഇല്ലാതെ പറയുന്ന കാര്യം. അതിനകത്ത് ഈ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന പോലെ ഈ ലാലേട്ടൻ രഞ്ജിനിക്ക് കൊടുക്കുന്ന കത്ത് മാറി ജഗതി ചേട്ടന്റെ കൈ കിട്ടും കിട്ടിയിട്ട് കൈ കിട്ടിയിട്ട് ജഗതി ചേട്ടൻ ഈ കത്തുമായിട്ട് ജംഗ്ഷനിലോട്ട് വന്നിട്ട് എന്റെ ഭാര്യയ്ക്ക് ആരോ കത്തയച്ചു ഇന്ന് രാവിലെ അവിടെ ഗംഗയമ്പരം കോമലിൽ വരാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇന്നസെന്റ് ചേട്ടൻ പലരക്കാരനാ, പുള്ളി കണക്ക് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചോണ്ട് വരുമ്പോ ജഗതി ചേട്ടൻ വന്ന് നോക്കിയിട്ട് പേന നീയാണോടാ കത്തെഴുതിയത് എന്നൊരു ചോദ്യം. അടുത്ത വരിയിൽ ഉറപ്പിക്കും നീയാണോടാ കത്തെഴുതിയത്, നീയാണ് കത്തെഴുതിയത് എന്നും പറഞ്ഞിട്ട് ഇവര് തമ്മില് ഭയങ്കര ഇടി. അപ്പൊ ആ തെരുവിൽ കിടന്ന് ഇവർ ഇടി കൂടുമ്പം ഈ പപ്പുച്ചേട്ടൻ പിടിച്ചു മാറ്റാൻ വരുന്നത് പപ്പുച്ചേട്ടൻ ഒരു അനാവശ്യമായിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിന്റെ സീനിയർ ഓഫീസറാണ് പറയുന്നത് കൈവിടെന്ന് പറയും. അപ്പൊ ഈ സീനിയർ ഓഫീസർക്കൊന്നും ഇടിയിൽ റോട്ടിലൊരു റോളില്ലല്ലോ. ഒരു തമിഴൻ അതിന്റെ ഇടയിൽ നിന്നിട്ട് അയ്യാ ഏതാ അവിടെ തല്ലിയ ചാവട്ടും എന്ന് പറഞ്ഞ എന്തൊരു തമിഴ് പറയുന്നുണ്ട്. എന്റെ പപ്പുച്ചേട്ടൻ പോണ തമിഴ എന്നും പറഞ്ഞിട്ട് ഇയാളുടെ സീനിയർ ഓഫീസർ കേൾക്കാത്തന്നെ പറഞ്ഞു എന്തോ കുറെ അപശബ്ദം ഉണ്ടാക്കിയിട്ട് ഡബിങ്ങിന് ഇട്ടതാന്ന് തോന്നുന്നു പോള തമിഴ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ നമ്മുടെ IV ശശിയേട്ടൻ, പ്രിയദർശൻ, PG വിശ്വംഭരൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചു പേര് പപ്പുവേട്ടനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും
അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനോട് രാജു യോജിക്കുന്നുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചോളം അങ്ങനെ തോന്നുന്നില്ല. കാരണം അറിയാം, ആ. ഞാൻ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ. അതിലൊന്നിലും ഒരു ഫ്രെയിം പോലും പാഴായിട്ട് കണ്ടിട്ടില്ല. പുള്ളി എല്ലാം കിട്ടിയതൊക്കെ പൊലിപ്പിച്ച് ഗംഭീരമാക്കി. ഒരു സീനാണെങ്കിലും ഒരു സീനാണെങ്കിലും. അതുകൊണ്ട് ഇപ്പൊ എത്രയോ വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിന് അവാർഡ് കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല. പക്ഷെ അവര് നിക്കത്തില്ല എത്രത്തോളം. അത് സത്യമാണ്. അല്ലേ? വന്നപ്പോ തൊട്ട് അദ്ദേഹം പോകുന്ന കാലം വരെയും പുള്ളി പിന്നെ പപ്പോട്ടൻ സിനിമയിലുണ്ട്. ഉണ്ടാക്കിയ ഒരു റെക്കോർഡുണ്ട് മദ്രാസിൽ. ആ. ആ റെക്കോർഡ് ഇപ്പോഴും മദ്രാസ് കോർപ്പറേഷനിൽ കിടക്കുകയാണ്. എന്താ വെച്ചാൽ ഈ പട്ടം സദനും പപ്പോട്ടനും രാത്രി പോകുന്ന സമയത്ത് പപ്പോട്ടനാണ് പട്ടം സദനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കേണ്ടത്. ഒരിക്കലും വീട്ടിലേക്ക് വഴി അറിയില്ല രണ്ടുപേർക്കും. അപ്പോൾ അവിടെ ഏരിയ പോയിട്ട് രാത്രി ഓരോ വീട്ടിൽ വിളിച്ചു ചോദിക്കും പട്ടം സദന്റെ വീട് ഏതാണ്. പപ്പോട്ടൻ ചോദിച്ചിട്ട് അവർ ചീത്ത പറയും, അയാളുടെ വീട് അയാളല്ല വണ്ടിയിരിക്കണം, അയാളുടെ വീട് അയാൾക്ക് അറിയില്ലേ. അത് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. പപ്പോട്ടിന് മലയാളം അറിയില്ല, തമിഴല്ല. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ ചീത്ത കേട്ടിട്ടാണ് അവിടെ കൊണ്ട് ഇറക്കുക. അവസാനം പപ്പോട്ടിന് ഒരു തീരുമാനത്തിലെത്തി, ഇനി നാട്ടുകാരെ തല്ലുകൊള്ളാൻ പറ്റില്ല, ചീത്ത കേട്ട്. അതുകൊണ്ട് എൻ്റെ സീറ്റിൻ്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കാം, സദൻ സ്ട്രീറ്റ് എന്ന് എഴുതി വെച്ചു. ഇപ്പൊ കോർപ്പറേഷനിൽ അത് റെക്കോർഡാണ് സദൻ സ്ട്രീറ്റ്. അതെ, സദൻ സ്ട്രീറ്റ് ഉണ്ട്. പിന്നീട് ഓട്ടോറിക്ഷക്കാരൻ മദ്രാസിൽ സദൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന വടപഴനിയിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അത് ഈ പപ്പുച്ചേട്ടൻ എഴുതി വെച്ചാണ്. പപ്പോട്ടൻ എഴുതി വെച്ചാണ്. എന്ത് വാർത്തകൾ. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. കോർപ്പറേഷനിൽ സദൻ സീറ്റ് ഉണ്ട്. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കോർപ്പറേഷൻകാർ വന്ന് നോക്കിയപ്പോ ഈ സ്ട്രീറ്റ് പേരെന്നാ, ഇത് പേര് സദൻ സ്ട്രീറ്റ്. ഓക്കെ, അതിൽ റെക്കോർഡിലാക്കി സദൻ സീറ്റായി. ഈ വീട് പട്ടൻ സദൻ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി വീട് അറിയാത്തോണ്ട് എഴുതി വെച്ചതാണ്. പപ്പോട്ടന് ഐഡിയ കൊടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയിട്ട് അവിടെ കുത്തി വെച്ചിട്ട് പോയതാണ്. അതിപ്പോ പിന്നെ ആട്ടോക്കാരൻ തന്നെ സദൻ സീറ്റിന് ബോർഡ് എടുക്കുന്ന ഇടത്തിൽ കൊണ്ടുപോയി വിടുന്നു. അങ്ങനെ പോയിട്ട് അത് സദൻ സീറ്റ് കോർപ്പറേഷനിലെ റെക്കോർഡിലായി. ഓ, ഇതൊക്കെ വൻ ചരിത്രം കേട്ടോ. പേരുണ്ടായ കഥയാണ് പറയുന്നത്. നമുക്കിപ്പോ പപ്പുച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ജോസ് തോമസ് സാർ. ഞാൻ ജഗദീഷിനെ നായകനായി ഒരു സിനിമ ചെയ്തിരുന്നു, ഞാൻ കോടീശ്വരൻ. അതിലാണ് പപ്പുവേട്ടൻ എൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത്. അതിലൊരു ഭ്രാന്തനായ കഥാപാത്രമായിട്ടാണ്. ഒരു പലിശക്കാരനായിരുന്നു, പിന്നീട് ഭ്രാന്തായി മാറുന്നു. ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ, ഒരു മെൻ്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ആവുന്നു. അവിടെ ഇന്നസെൻ്റ് ചേട്ടൻ കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങളുണ്ട്. അതിനുശേഷം ഭ്രാന്തിലേക്ക് മാറുന്നു. അദ്ദേഹം ആ ഒരു പാലായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ കാണിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഭയന്നോടി. അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ട് ക്യാമറ ഹാൻഡ് ഹെൽഡായിരുന്നു, കയ്യിലായിരുന്നു, പുറകെ ഓടുന്നു. അവിടെ ഓഫീസിലൊക്കെ കയറി ചില ഫയലുകളൊക്കെ വലിച്ചെറിഞ്ഞ്, അവിടുത്തെ ആവശ്യമുള്ള ഫയലുകളാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന പപ്പുവേട്ടനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്താണ് പലരും ട്രോളർമാർ പല സംഭവങ്ങളും വിവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിന് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നടന വൈഭവമാണ് കുതിരോട്ടം പപ്പു. ചില ഇപ്പം ഈ പറഞ്ഞ ഓട്ടം ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ചില റിയാക്ഷൻസിലൂടെ കാര്യങ്ങൾ കാണിക്കുന്നതിനകത്ത് മൃഗയ എന്ന് പറയുന്ന സിനിമയിൽ ഈ പുലിയെ ആദ്യം കാണുന്നത് പപ്പുവേട്ടനാ. അദ്ദേഹം പുറത്തിറങ്ങിയ ഒരു കുറ്റിക്കാട്ടിലോ മറ്റേ ഇരിക്കുമ്പോഴാണ് വീടിന്റെ മേളില് ഈ പുലിനെ ആദ്യമായിട്ട് കാണുന്നതും ഒച്ചയെടുത്ത് ആ നാട് മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്യുന്ന കാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇങ്ങനെ റിവീൽ ചെയ്ത് കേട്ടു, മണിച്ചിത്രത്താഴിലാകെ ഈ നാഗവല്ലിയായ അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഈ കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ആളാണ്. അതാണ് പുള്ളിക്ക് പിന്നെ സെൻസ് ഇല്ലാതെ ചെമ്പരത്തിപ്പൂവായിട്ട് ഈ സിനിമകളിൽ നടക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ രസമുള്ളതും നേരത്തെ നമ്മൾ പറഞ്ഞു പോയി കിങ്ങിലെ സ്വാതന്ത്ര്യ സമരനെ പോലുള്ള കഥാപാത്രങ്ങളുടെ എത്രയോ കഥാപാത്രങ്ങളാണ്. അല്ല, മഴ പെയ്യുന്ന മത്തളം കൊണ്ടൊന്നും വർക്ക്. അപ്പൊ അതിനകത്ത് പപ്പുവേട്ടനെ കാരനെ കൊല്ലാൻ നടക്കുന്ന ഒരുത്തനാണ് ഞാൻ. മറ്റേ വലിയ ഷാൻലിയർ തലയിലിടാൻ. ഷാങ്ലിയർ എന്ന് വെച്ചാൽ ആ ഷാങ്ലിയർ ആർട്ട് ഡയറക്ടർ കൃഷ്ണൻകുട്ടി ഉണ്ടാക്കിയതിന് തന്നെ എൻ്റെ 40 കിലോ വരും. കാര്യം വളരെ ഗംഭീരമായിട്ട് ഒരു കൊട്ടാരത്തിനകത്ത് കെട്ടുന്നില്ല സംഭവം. പപ്പുവേട്ടനും പേടി, എനിക്കും പേടി. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ഇതുണ്ട്, ഇതൊക്കെ കെട്ടാനുള്ള റോപ്പുണ്ട്. അതിന് വയറെന്ന് പറയും, വയർ സംഭവം ഉണ്ട്. അത് നമുക്ക് മായ്ക്കുകയും ചെയ്യാം. അന്നത്തെ കാലത്ത് മായ്ക്കാനേ പറ്റില്ല. അത് ഈ സൈക്കിളിൻ്റെ ബൗഡൻ പോലെയുള്ള, ഈ മോട്ടോർ ബൈക്കിൻ്റെ ബൗഡൻ പോലെയൊരു കമ്പിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടി വീഴുമ്പോഴത്തേക്കും പപ്പുവേട്ടൻ മാറണം,
എൻ്റെ തലയിൽ കൂടെ ഒക്കെ വീഴുന്നില്ലേ, നമുക്കെല്ലാം പേടിയായിരുന്നു. ഈ കമ്പി മായ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നിടത്തൊക്കെയാണ് ഈ കമ്പി വരുന്നത്. ഒരു കാറിൻ്റെ ബ്രേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് വണ്ടി ഇടിച്ച ദിവസം ഞാനാ തെറിച്ചു പോകുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ കമ്പി ഇതിൽ തൂക്കിയിട്ട് ഉയൽ കയറുന്നില്ല. അപ്പോഴത്തേക്കും പപ്പുവട്ടൻ ജഗതി രണ്ടുപേർക്കും ഉള്ള ഗുണമെന്ന് പറയാം. അവനൊക്കെ പേടി, ഞാൻ വേണമെങ്കിൽ ചെയ്യാം കമ്പി വെച്ചിട്ട്. ജഗദീഷിനെ നമ്മുടെ വന്ദനം എന്നുള്ള പടത്തിൽ കമ്പി കെട്ടിയിട്ട് കമ്പി ഒരു 20 അടി പോയപ്പോഴത്തേക്കും കമ്പി പൊട്ടിപ്പോയ താഴെ വീണു. ഭാഗ്യം തൊലിക്കട്ടിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അയാൾ. ഒരു കുഴപ്പമൊന്നും വേറെ ഒന്നും വന്നില്ല, രക്ഷപ്പെട്ടു അങ്ങ് പോയി. പപ്പുവട്ടിന് പേടിയില്ല, അതിൽ ജഗദീഷ് കുമാറിന് പേടി. എനിക്ക് പേടിയാണ്. കാര്യം ഇപ്പോഴാണെങ്കിൽ ഭയങ്കര സേഫ് അല്ലേ, നമുക്ക് ഇവിടെ നിന്ന് കമ്പി അവിടെ നിന്ന് റോപ്പ് എത്ര ഹൈറ്റിൽ പോകണം, അന്ന് അങ്ങനെയല്ലേ, ഈ കമ്പിയിലാണ്. അപ്പം ആ സീനൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ അയ്യോ, ഞാൻ ഇന്ന് രാവിലെ കണ്ടു. ഞാൻ സീനൊക്കെ എങ്ങനെയാണ് ബാംഗ്ലൂർ റോട്ടിൽ അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഷാൻഡിയറിന്റെ സീൻ, ഈ ജഗദീഷന്റെ സീനൊക്കെ ഇപ്പൊ പറഞ്ഞു നോക്കി. റെസിഡൻസിലായിരുന്നു അന്നത്തെ ആ ഒരു ചേസ് ഒക്കെ റോട്ടിൽ, ഒറിജിനൽ റോട്ടിൽ നിങ്ങൾ ഇത്രയും വലിയ ക്യാമറ സെറ്റപ്പുകളും വെച്ചിട്ട് ഈ ഒരു സേഫ്റ്റിയും ഇല്ല. എന്നിട്ട് ഫൈറ്റർ വന്നിട്ട് പറഞ്ഞു, ജഗദീശൻ പറഞ്ഞു ഈ പോയി മറ്റേ ഇടിക്കുന്നില്ല, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ പോണ വഴിക്ക് കമ്പി പൊട്ടി നടു റോട്ടി വീണു. കാണിച്ചു തരാൻ പോയ ഫൈറ്റർ. മഴ പെയ്യുന്നു മത്തളം കൊട്ടുന്നൂല് അവസാനം ഈ രാജചേട്ടൻ മുറിക്കാൻ പോകുമ്പോ അപ്പുച്ചേട്ടൻ പിടിച്ച് കൂട്ടത്തിൽ നിർത്തും നിങ്ങളെ. കൂട്ടത്തിൽ ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോ ഫോട്ടോ എടുക്കുക, എന്റെ നിലയിലാണ് വീണത്. അതിനകത്തൊരു ഓട്ടം ഉണ്ട് ലാസ്റ്റ് എല്ലാരും കൂടെ. ഈ അമ്പിളിച്ചേട്ടന്റെ കൂടെ ഒക്കെ ചവിട്ടിക്കൊണ്ട് ഓടുന്നത് അവിടെ തന്നെ എടുത്തത്. എല്ലാരും കൂടെ ഭയങ്കര ഒരു ഓട്ടമുണ്ട്. സർദാർ കോമക്കുറുപ്പ്. അയ്യോ, അതൊക്കെ ഗംഭീരം. അവരുടെ തമ്മിലുള്ള ക്ലബിലെ ഫൈറ്റ്. ജഗതി രണ്ടുപേരും ഇവർ തമ്മിലാണല്ലോ കട്ടക്ക് നിൽക്കുന്ന ആ സിനിമ അല്ലേ. ജഗതി ചേട്ടൻ തിരുവനന്തപുരം ഭാഷയും ഇത് കോഴിക്കോട് ഭാഷയും ഇവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. കറക്റ്റ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും പപ്പോട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങാടിയിലെ പപ്പോട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പോട്ടിന് ആദ്യം ഹ്യൂമർ അതിനകത്ത് ചെയ്തിരിക്കുന്ന മുഴുവനും, ആ പാട്ടടക്കം. പിന്നെ അങ്ങോട്ട് സീരിയസ് റോളായത്. കാരണം ലാസ്റ്റ് ആ ഒരു കുത്തിക്കൊല്ലുന്ന വരെയുള്ള അതുപോലെ തന്നെ അവളുടെ ഏറ്റവും സീരിയസ് റോൾ. അല്ല, എനിക്ക് മലയാള സിനിമയ്ക്ക് അറിയാത്തൊരു കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. ഞാൻ അറിയുന്നത് ഈ സുകുമാരൻ ആദ്യം അവാർഡ് സിനിമയുടെ ആൾക്കാരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. നല്ല പടങ്ങളൊന്നും കിട്ടുന്നില്ല, അവർക്ക് ഇങ്ങനത്തെ പടങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പടം കിട്ടിയത്, ശംഖുപുഷ്പം, ബേബ് ചേട്ടൻ്റെ. അപ്പോൾ അതിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. സുരാസുവാണ് സ്ക്രിപ്റ്റ് ചെയ്ത് ആ പടം നന്നായി ഓടി. പക്ഷെ അത് കഴിഞ്ഞിട്ടും സോമേട്ടനല്ലേ അതിനകത്ത് ശംഖുപുഷ്പത്തിൽ? സോമേട്ടന് വിജയൻ, മറ്റേ മീശ വിജയൻ. അപ്പോൾ അതിൽ സുകുമാരന് നല്ല റോളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സുകുമാരന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും റോളൊന്നും പിന്നെ ഒന്നും ആരും വിളിക്കുന്നില്ല, പ്രൊഡ്യൂസർ വെറുതെ ഇരിക്കണം. അപ്പോൾ നൈജീരിയയിൽ ഒരു കോളേജ് ലെക്ചറർ പോസ്റ്റ് ഇട്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ പപ്പുവട്ടൻ സുകുമാരനെയും വിളിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നു. എൻ്റെ റൂമിൽ വരുമ്പോൾ പറഞ്ഞു, ചന്ദ്ര മോനെ ഒരു കാര്യം ഉണ്ട്, ബനൊക്കെ ഇവിടെ കുറേ കാലം നടന്നു, ഈയൊക്കെ ഇവിടെ ഇന്നിട്ട് എന്താ കാര്യം? ഇവിടെ ഇങ്ങനെ കോഴിക്കോട് സ്റ്റൈലിലാണ് പറയുക. എന്താ കാര്യം? ഓനിതാ എല്ലാം പെട്ടിയൊക്കെ എടുത്ത് നാളെ പോവാണ് സാർ നൈജീരിയക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി. അപ്പോൾ സുകുമാരൻ പറഞ്ഞു, അല്ല ചന്ദ്രൻ നിന്ന് പട്ടിണിയാണ്, ഒരു രക്ഷയില്ല, ഞാൻ പോവുക. അപ്പോൾ ഞാനും ആലോചിച്ചു അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്നെ പപ്പോട്ടും മാറ്റി നിർത്തി പറഞ്ഞു, ഡാ നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടാ, ചെയ്യടാ, അവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലടാ, രക്ഷപ്പെടുത്തണ്ടടാ, അത് ഇത് എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഒരു കാര്യം, സുഹൃത്തെ എപ്പോഴും പോകണം, ടിക്കറ്റ് എടുത്തിട്ടില്ല, അടുത്ത ആഴ്ച പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയണ്ടായി, പപ്പോട്ടാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത പടം അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, RS പ്രഭുവാണ് പ്രൊഡ്യൂസർ. സോ അതിൽ വിൻസെൻ്റാണ് നായകൻ. ഞാൻ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് സുകുമാരനെ ഇടിയിപ്പിക്കാം. വിൻസെൻ്റ് എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ആദ്യത്തെ സിനിമയിൽ നായകനാണ്, എൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സുകുമാരൻ്റെ വിഷമം കണ്ടപ്പോൾ കുതിരവട്ടം പപ്പു അത്ര കാര്യമായിട്ട് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യടാ, രക്ഷപ്പെടുത്തണടാന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പ്രഭു സാറോട് സംസാരിക്കട്ടെ പറഞ്ഞു. ഞാൻ ഇപ്പം സുകുമാരനോട് പറയണ്ട, നാളെ പറയാം. അങ്ങനെ പ്രഭു സാറിനോട്, സാർ നമുക്ക് ഈ പടത്തിൽ നമുക്ക് സുകുമാരനായിട്ടില്ലേ, സുകുമാരൻ സ്റ്റണ്ടും പാട്ടും ഒക്കെ ചെയ്യുമോ, സുകുമാരൻ വേണോ? ഇല്ല സാർ, ചെയ്യിക്കാൻ പറ്റും തോന്നുന്നു, ചന്ദ്രൻ്റെ ഇഷ്ടം, ഞാൻ റിസ്ക് എടുക്കില്ല എന്ന് പ്രഭു സാർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് സുകുമാരനോട്, സുകുമാരട്ടാ ഒരു കാര്യമുണ്ട്, ഞാനൊരു പടം തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, സുകുമാരൻ അവാർഡ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ള പാട്ട് പാടില്ല എന്നും പറഞ്ഞാൽ നടക്കില്ല, 4 പാട്ട് പാടണം, 4 സ്റ്റണ്ടും ചെയ്യണം. സൗകര്യം? അയ്യോ ആശാന, അതൊന്നും എനിക്കറിയില്ല, സ്റ്റണ്ടൊന്നും ചെയ്യാറില്ല, ഞാനെങ്ങനെ ആശാന ഈ പാട്ടൊക്കെ പാടാൻ പറ്റില്ല? ഞാൻ പാടിയേ പറ്റൂ, സിനിമയിൽ നിൽക്കണമെങ്കിൽ പറ്റുള്ളൂ, സൗകര്യം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു തന്നാൽ വേണമെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അഗ്നിവ്യൂഹം സിനിമ ചെയ്തു. ആ പടം 100 days ഓടിയെന്ന്. പിന്നെയാണ് സുകുമാരൻ സിനിമാ രംഗത്ത് തുടരുന്നത്. പിന്നെ എൻ്റെ തന്നെ ഏതാണ്ട് 27-30 സിനിമകൾ വെച്ചാൽ അപ്പം എന്നും സുകുമാരൻ പറയുന്ന ആദ്യത്തെ ഡയലോഗ് എന്താ അറിയോ? അന്ന് ആ പപ്പോട്ടൻ്റെ വാക്കാണ് ഞാനിവിടെ നിൽക്കുന്നു ഇപ്പോൾ എന്നാണ്. ഒരു അന്വേഷണാത്മകമായി പപ്പുവേട്ടന്റെ ക്യാരക്ടേഴ്സിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ IV ശശിയേട്ടന്റെ സിനിമകളിലെ ക്യാരക്ടറുകളെല്ലാം, പ്രിയദർശന്റെ സിനിമകളിലെ ക്യാരക്ടറുകളെല്ലാം, PG വിശ്വംഭരൻ ചേട്ടന്റെ ചില സിനിമകളിലെ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള സംവിധായകരുടെ എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, വളരെ പ്രേക്ഷകന് ഇംപ്രസീവായിട്ട് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ. അതെല്ലാം മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അതുപോലെ ഷാജി കൈലാസിന്റെ ആ സിനിമ പറഞ്ഞു, സ്വാതന്ത്ര്യ സമര സേനാനി, ബെസ്റ്റ് ഒരു ക്യാരക്ടർ. അതിന്റെ ക്ലിപ്പിങ്സ് ഇടയ്ക്കിടയ്ക്ക് ആ പടം ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, പിന്നെ ഇതിന്റെ ക്ലിപ്പിങ്സ് യൂട്യൂബിൽ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ പപ്പോട്ടിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി, ഒരിക്കലും മണിമല രാജു പോലും ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളുടെ എൻ്റെ അടുത്ത് ബിസിനസ്സൊന്നും സംസാരിച്ചില്ല. ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ സഹായിച്ചിട്ട് വേണമെങ്കിൽ പറയാം, അത്രയുണ്ട്. പക്ഷെ പപ്പോട്ടിന് അങ്ങനെയല്ല, കാശ് വാങ്ങാനേ അറിയില്ല, കാശ് ആരും കൊടുത്തിട്ടുമില്ല, വാങ്ങിയിട്ടില്ല. സിനിമയിൽ നിന്ന് പപ്പോട്ടൻ കാശുണ്ടാക്കി ചോദിച്ചാൽ എനിക്ക് തോന്നില്ല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. സത്യമാണ്. പപ്പോട്ടൻ വെറുതെ അഭിനയിച്ച് തീർക്കുന്നു എന്നല്ലാതെ കാശിന് വേണ്ടി അഭിനയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. തത്തമ്മ പൂച്ച ഡബിങ് കഴിഞ്ഞിട്ട് ഫുൾ എമൗണ്ട് കൊടുത്തപ്പോഴത്തേ പുള്ളി പറഞ്ഞു എനിക്ക് കുറെ നാൾ കൂടിയിട്ടാണ് ഇത്ര ഫുൾ പൈസ കിട്ടുന്നത്. ഒരുപാട് പേര് മലയാള സിനിമയ്ക്ക് പപ്പോട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് PM താജ് വന്ന് പപ്പോട്ടൻ കൂട്ടി മാളച്ചേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഒരുപാട് പേരെ. അങ്ങനെ വലിയൊരു നല്ല മനസ്സിന്റെ ഉടമയാണ് പപ്പോട്ടൻ. പപ്പോട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരു പടമില്ലേ? ഉണ്ട്. പപ്പു സർവ്വസുന്ദര റീമേക്ക് നേരത്തെ പറഞ്ഞ നമ്മള് നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു, നന്നായിട്ട് ഓടുകയും ചെയ്ത പടമായിരുന്നു. സർവ്വസുന്ദര അക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ഈ പെൺപടാന്നോ മറ്റു പേരുള്ളൊരു പടത്തിൽ പെൺവേഷമൊക്കെ കിട്ടി ഒരു പടം അങ്ങനെയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജോഷി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ക്രോസ്ബെറ്റ് മണി ഡയറക്ട് ചെയ്തിട്ടുള്ള പടം. ശരിക്കും ഞങ്ങളുടെ ഈ പരിപാടി തുടങ്ങുമ്പം ചാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കേണ്ട ആളാട്ടോ ഇത്. ഈ പരിപാടി വരുമ്പോഴേ സാറേ ആ പ്രദേശത്തുനിന്ന് ഇങ്ങനെ 167 പടമാകുമ്പോ എന്തുമാത്രം ലൊക്കേഷൻ, എന്തുമാത്രം അനുഭവങ്ങൾ, എന്തെല്ലാം അനുഭവങ്ങളും എക്സ്പീരിയൻസും ആയിരിക്കും. ഇത്രയും പടം ചെയ്ത വേറൊരു ഡയറക്ടർ സൗത്ത് ഇന്ത്യയിലുണ്ടോ? ഇല്ലേ. പ്രിയദർശൻ 99 പടം ചെയ്തു. ശശിയേട്ടൻ 120 ആണെന്നാണ് എന്റെ കാണാൻ. 123. ശശികുമാർ സാറ് 122 പടം. ഷാർപ്പ് ആൻഡ് പ്രിസൈസ് എന്ന് പറഞ്ഞാല് 120 ആണ്, 123. നിങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന ഒരു ഫാൽക്കെ അവാർഡെങ്കിലും കൊടുത്തൂടെ? എന്തിനാണ്? അതിലൊന്നും കാര്യമില്ല. കേട്ടോ രാജു, ഈ പപ്പുവേട്ടന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോ പപ്പുവേട്ടന്റെ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം കോമഡിക്ക് വേണ്ടി ഗോഷ്ടി കാണിച്ചിട്ടില്ല. ഞാന് ബാസി സാറിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിന്റെ കുറെ കഥാപാത്രങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു ഘട്ടം കഴിയുമ്പം അയാളുടെ സ്റ്റേഷൻ പോകുന്നതായിട്ടാണ്. റിലേ കട്ടായ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് പുള്ളി അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പൂച്ചക്കൊരു മുഖത്തി, മണിച്ചിത്ര താഴെ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് നിൽക്കുന്ന സീനുകള്, ഈ നമ്മുടെ കോമക്കുറുപ്പ് സർദ അതിനകത്തെ വാശി, അങ്ങനെ ഈ അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സിനിമയിലെ ക്യാരക്ടർ അങ്ങനെ ആകുന്ന അവസ്ഥകളുണ്ട്. ബാക്കി അദ്ദേഹം അങ്ങനെയാണ്, അതിന് കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇപ്പോ ഇത് ചെറുത് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെയാ, സ്വമേധയാ വരുന്നതാണ്. എന്റെ അങ്ങനെയാണെങ്കിൽ എന്റെ ബാക്കി പൈസ ഇങ്ങ് തന്നേക്കെന്ന് പറയുമല്ലോ രാജചേട്ടനോടൊക്കെ. 2 ദിവസം മുഴുവൻ പണി കഴിഞ്ഞിട്ട് ഈ മൊത്തം ഡയലോഗ് പറയുമല്ലോ. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ റോഡ് റോളർ നന്നാക്കുന്ന ദിവസം എന്തോ ഇങ്ങനെ പുള്ളി വന്ന അതിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ടു നിൽക്കുക. പെട്ടെന്ന് വിളി അങ്ങനെ മാറിക്ക് തോന്നിട്ട് ഒച്ച എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒന്ന് പെട്ടെന്ന് ഒരു സൈക്കിളിൽ തട്ടി വീണ് മോഹൻലാൽ ചോദിക്കും എന്ത് പറ്റി, ഒന്ന് പോറി. അപ്പൊ പുള്ളി പറയുന്നതിന് അത് മാറിക്ക് ഇതെങ്ങ പെട്ടെന്ന് സ്റ്റാർട്ടായി പോയാലോ എന്നാ ചോദിക്കുന്നത്. 2 ദിവസം ആ മെക്കാനിക്കിന്റെ ക്യാരക്ടർ ഒരെണ്ണം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് വേറൊരു ആർട്ടിസ്റ്റിനെ ഇട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, വേറൊരു ആർട്ടിസ്റ്റ് ഒരിക്കലും അതിന് മാച്ച് ആവൂല. പലതവണ പറഞ്ഞല്ലോ ലൊക്കേഷനൊക്കെ ഇടയ്ക്ക് പോയി വേറെ കാര്യം. ഈ 6-ാം തമ്പുരാനിലെ കഥാപാത്രം അങ്ങനെയാണ്. മംഗലം എന്ന് പറയുന്ന ആൾ ഇടയ്ക്ക് കൂട്ടത്തിൽ നിന്ന് മുങ്ങും, തിരിച്ചു വരും. ഒരുപക്ഷെ നമ്മള് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോഴും സിനിമയില് അദ്ദേഹത്തിന്റെ മകൻ ബിനു പപ്പു, നമ്മുടെയൊക്കെ വലിയ സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ്. ബിനു പപ്പു നല്ല രീതിയിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശരിക്കും നമ്മുടെ എപ്പിസോഡിൽ വരാമെന്ന് ഏറ്റിരുന്നതാണ്.
മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് മാറി, മഴ കാരണമൊക്കെ മാറി, അതിന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹവും അതേ കമ്മിറ്റ്മെന്റോട് കൂടി അദ്ദേഹം പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ ഞാൻ വരാൻ ശ്രമിക്കേണ്ടതാണ്, വരേണ്ടതാണ്, പക്ഷെ മറ്റൊരു സിനിമ അതിന്റെ ഷൂട്ടിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണ് വരാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്തായാലും സിനിമയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിലൂടെയും ഇടയ്ക്കിടയ്ക്ക് പപ്പുച്ചേട്ടനെ ഓർക്കാം. സിനിമയിലെ എത്രയോ കഥകൾ, ഒരു മദ്രാസിലെ റോഡിന് അദ്ദേഹം പേരിട്ട കഥ മുതൽ എത്രയോ സിനിമ കഥകളും സിനിമയുടെ അനുഭവങ്ങളും അണിയറയിൽ നടന്ന രസങ്ങളുമെല്ലാം നമ്മൾ ഓർത്തു. നമുക്കങ്ങനെ വീണ്ടും ഓർക്കാൻ പറ്റുന്നത് ഇതുപോലൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ കലാസബരിയിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ. നമ്മൾ ബോധപൂർവം വലിയ ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല ആരും ഇരിക്കുന്നത്, പക്ഷെ പറയാൻ തുടങ്ങുമ്പം ഇത്രയധികം ഓർമ്മകൾ അദ്ദേഹത്തോടൊപ്പം സഹവസിച്ച ആളുകൾക്ക് സമ്മാനിച്ച്, ഓർമ്മകൾ സമ്മാനിക്കുക എന്ന് പറയുന്നത് ഒരാൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരാൾ സ്വാഭാവികമായ അയാളുടെ ജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് കുറെ നല്ല കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ അത്രയധികം നല്ല ഓർമ്മകൾ, നല്ല കഥാപാത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ, ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിരികളും മലയാളികൾക്ക് ബാക്കി വെച്ചിട്ടാണ് കുതിരവട്ടം പപ്പു എന്ന പത്മതലാക്ഷൻ എന്ന ആ അതുല്യനായ അഭിനേതാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ഓർമ്മയിൽ നിന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കം ഇവിടെ വന്ന ഓരോരുത്തരുടെയും, രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും കിരിയത്ത് സാറിൻ്റെയും രാജചേട്ടൻ്റെയും ചന്ദ്രകുമാർ സാറിൻ്റെയും എല്ലാം ഓർമ്മകളിലൂടെ നമ്മൾ പോയി. ഓർമ്മയിൽ നിന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുന്നു. ഇനി ആൽബം സൈനി. തമാശയുടെ താമരശ്ശേരി ചുരം കയറിയ നടൻ, ശബ്ദവും ശൈലിയും കൊണ്ട് പല കഥാപാത്രങ്ങളെയും ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന ആരോ ഒരാളാക്കി മാറ്റിയ അതുല്യ പ്രതിഭ. ഓർമ്മയിൽ നിന്നും കുതിരവട്ടം പപ്പു ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.